എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഇന്ന് ആരായിരിക്കും ഈ വേദിയിലെ മത്സരാർത്ഥികൾ? നിങ്ങൾക്ക് ഒരുപാട് കാലമായി പരിചയമുണ്ടവര്, എന്നാൽ പരിചയമില്ലാത്ത ചില മേഖലകളിലേക്ക് പോകുന്ന ഈ നർമ്മ നിമിഷങ്ങൾ സമ്മാനിക്കാൻ ഇന്ന് വരികയാണ് സാജു നവോദയ. അല്ല, പാഷാണം ഷാജി. പാഷാണം ഷാജിക്കൊപ്പം ഈ വേദിയെ അലങ്കരിക്കാൻ വരുന്നു ആധുനിക കാലത്ത് ശ്രീവിദ്യയുടെ വേഷം കെട്ടേണ്ടി വന്നാൽ പറ്റുന്ന ഒരു കഥാപാത്രം. വരുന്നു വീണ നായരൻ സാജു നവോദയ. ഹായ് സാജു. ഹായ് സാർ. ഹലോ സാർ. ഓക്കെ അല്ലേ? അടിപൊളി. ആൾക്കാർക്ക് പാഷാണം എന്ന് വിളിക്കുന്നതേ നല്ലത്. അല്ല, അങ്ങനെ വിളിച്ചാൽ പാഷാണ കൃഷിയുണ്ടോ? ആൾക്കാർക്ക് പാഷാണം ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വിളിച്ചാലേ ഞാൻ തിരിഞ്ഞു നോക്കുള്ളൂ. എന്റെ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കൂല. അല്ലെ, എന്റെ അടുത്ത് ഒരു മിത്രം എന്ന് പറയുന്ന ഒരു ശത്രു എന്നോട് പറയായിരുന്നു, ഈ പാഷാണ ഷാജി എന്ന് വിളിച്ച് ക്യാരക്ടറിന്റെ പേരായിരുന്നെങ്കിലും ഇപ്പൊ സ്വഭാവത്തിൽ ഈ വൈകൃതം ഉണ്ടെന്ന്. കുറച്ച് ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവർക്ക് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അന്ന് 2 ദിവസം അടുപ്പിച്ച് കിടന്നുറങ്ങും. ഭയങ്കര ഉറക്കമായിരിക്കും, കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റും. സത്യമായിട്ട്. അല്ല, അതങ്ങനെ ചെയ്താലോ. അടുത്തിടയ്ക്ക് ആരെങ്കിലും നല്ല അമ്മണ്ടൻ പാര വെച്ച് കൊടുത്തു ആർക്കും? അല്ല, ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. വീണയ്ക്കോ? വീണ പിന്നെ എന്റെ എരേന് എപ്പോഴാണെങ്കിലും കൊടുക്കുക. വീണ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വീണ നായർ ഇപ്പം അഭിനയൊക്കെ കാര്യമായിട്ട് നടക്കുന്നു. ഇപ്പോ സമാധാന പുസ്തകം എന്ന് പറഞ്ഞ പടം റിലീസായി 19-ാം തീയതി. പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ പടം റിലീസായി. 2 പടം പഞ്ചായത്ത് ജെട്ടി. ഇനി വരാൻ പോകുന്നത് കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറഞ്ഞൊരു പടം. കുണ്ടന്നൂരിലെ കുൽസിത ലഹള സിനിമയ്ക്ക് പേരിടുമ്പോ ഞാൻ കുണ്ടന്നൂരാണ്. ആക്ച്വലി അത് നല്ല പടം. അത് അതിനകത്ത് ഫുള്ള് ഫൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഞാൻ കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷാജി, ഇപ്പം എനിക്കൊന്ന് ഷാജി എന്ന് വിളിക്കാം. പറഞ്ഞു. കാര്യം ആൾക്കാർക്ക് അത് കേൾക്കുന്ന ഇഷ്ടം. പ്രത്യേകിച്ച് ഷാജി വന്ന് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാലേ, ഞാൻ ആലങ്കാരികമായിട്ട് പലരോടും ഇത് സാജു നവോദയാന്ന്, അവർക്ക് അത് താല്പര്യമില്ല. ഒരു താല്പര്യമില്ല. ആ വേട് തന്നെ അവർക്ക് കേൾക്കണ്ട. അപ്പൊ നമുക്ക് മാർക്കറ്റുള്ളത് പോവാം. അതാണ് ഇപ്പൊ ഇത് ഇത്രയും ബുദ്ധിമുട്ടിയാലേ തല ഇങ്ങനെ ആക്കാന്ന് എനിക്ക് മനസ്സിലായി. ഇത് കളർ ചെയ്താ ഇത് ഏതെങ്കിലും പടത്തിന് വേണ്ടിട്ടാ. ഞാൻ ഇപ്പൊ ഒരു പടം മാൻവേട്ട എന്ന് പറഞ്ഞ പടം, എന്റെ സിനിമയൊക്കെ അങ്ങനെ വെള്ളിമൂങ്ങ, പോത്തും തല, കരിങ്കണ്ണൻ ഇങ്ങനെയുള്ള പേരിലൊക്കെയാണ് എനിക്ക് വിളിക്കൂല്ലേ. അല്ല, എന്തോ എന്റെ മുഖം കണ്ടിട്ട് അങ്ങനത്തെ ക്യാരക്ടർ തന്നെ തോന്നുന്നു അല്ലേ? അങ്ങനെയാണോ വരുള്ളൂ. അല്ല, ആര് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞു. ശരിക്കും അതല്ല, ഇവിടുത്തെ മുടി മുഴുവൻ പോയി. പിന്നെ ഉള്ള മുടി ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കളർ ചെയ്തേക്കുക. കാരണം നമുക്ക് ഇവിടെ ഹെയർ ചെയ്യാനായിട്ട് ആരും ഇല്ല ഇതുപോലെ വെപ്പ് വെച്ച് തരാൻ. അത് ബലം പിടിക്കണ്ട പല്ലും താഴെ പോവും. അതും വെപ്പാ എല്ലാം അല്ലേ. മാത്രമല്ല ഈ കയ്യിലിപ്പനുസരിച്ച് ആരും സഹായിക്കാതെ തന്നെ വല്ല താഴെ വീഴും. ഇപ്പൊ പറഞ്ഞില്ലേ സാറേ, ഈ കുണ്ടന്നൂർ പടത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഫൈറ്റ് പടത്തിൽ അഭിനയിച്ചപ്പോഴല്ലേ പ്രൊഡ്യൂസറായിട്ടാ ഫൈറ്റ് ചെയ്തത്. കാശ് വാങ്ങിക്കുന്ന സമയത്ത് അല്ലേ? അല്ല, അതിന്റെ ട്രെയിലറിൽ തന്നെ ഉണ്ട് വലിയൊരു ഫൈറ്റ് ഉണ്ട്. 5 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ ഡാൻസ് കൂടാതെ വല്ല ഇതൊക്കെ കളരി കരാട്ടെ ഇതെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കളരി പഠിച്ചിട്ടുണ്ടല്ലേ? ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കളാ എന്റെ ഗുരുക്കളെ. എന്തോ പൊന്നെ, ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കളെ. അങ്ങനെ ആളുണ്ടെന്നേ. എനിക്കൊരു വൈദ്യരുണ്ട്, ബിജു എന്നവര്. ഇതിന്റെ ഏറ്റവും വലിയ കളരി കാശ് വാങ്ങിക്കുന്നില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പൊ കളരി പഠിച്ചേക്കണ തന്നെ അതിന് വേണ്ടിട്ടാ. പ്രൊഡ്യൂസർമാരെ പേടിച്ചു. അല്ല, തല്ലൂട്ടാ. ഞാൻ കണ്ടറോളാ നേരിട്ട്. ആണോ? പിന്നെ ഞങ്ങള് സിംഗപ്പൂർ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് അവിടെ ഉച്ച ടൈമിന് ഞാനുണ്ടായില്ല. ഇവര് നേരത്തെ എത്തിക്കഴിഞ്ഞിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് വിളിച്ച് ശൈലി ഇഷ്ടപ്പെട്ടില്ല. ആളെ വിളിക്കുന്ന വീണക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, അവര് ഏടാന്നൊക്കെ വെച്ചിട്ടേ സാജുവേട്ടനും ഇല്ല. അപ്പൊ ഞാനൊരു പെണ്ണേ ഉള്ളൂ. ഞാനപ്പോ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇവര് വന്ന് ഷോയ്ക്ക് സമയമായി. അപ്പം നല്ല ക്ഷീണിച്ച് വന്ന് കിടന്നിട്ടേ ഉള്ളൂ നമ്മള് ഫ്ലൈറ്റിൽ വന്നിട്ട്. അപ്പൊ ചേട്ടൻ അപ്പുറത്തെ മുറിയിലാണ്. ചേട്ടൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കിനും ആർട്ടിസ്റ്റിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഒത്ര വട്ടം പുള്ളിയെ വിളിച്ചിട്ടും പുള്ളി നല്ല ക്ഷീണത്തെ. ഞങ്ങൾ എണീറ്റോളാം ചേട്ടാ, പുള്ളി വന്നോളൂ ഷോയ്ക്ക്, ചേട്ടൻ ഇങ്ങനെ ഇതാവണ്ടെന്ന് പറയുമ്പോൾ ഇയാളങ്ങോട്ട് വന്നിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. അപ്പത്തേക്കിനും പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കോ? ഇടിച്ചില്ലെന്നാണ് പറഞ്ഞ, പക്ഷെ ഇടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല, ഈ ട്രിപ്പിന് പോകുമ്പോ ഞാനും ചേട്ടനും നമ്മുടെ സുധിച്ചേട്ടനും രാജേഷ് ഫറൂർ, ഞങ്ങൾ എത്രയും പേരാ സ്ഥിരം ട്രിപ്പിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാനേ ഉള്ളൂ പെങ്കൊച്ചായിട്ട്. പിന്നെ ഇവരിപ്പോ അല്ല, എന്നോ എടുത്തു പറയണം, ഞാനേ ഉള്ളു പെങ്കൊച്ച്. ഇടിക്കുന്നതെല്ലാം പെങ്കൊച്ച്. ചാടി ഇടിക്കണത് എന്ത് പ്രശ്നം വന്നില്ല, ആദ്യം ഞാൻ ഫ്രണ്ടിൽ പോയി ചാടുക. ഇതൊരു പ്രത്യേക ട്രിക്കാ. കാര്യം നമ്മളറിയോ, നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി ഒരു മുട കാണിച്ചു, ഒരു സ്ത്രീ ചാടി എണ്ണിട്ട് നമ്മുടെ കവളത്തൊരെണ്ണം പൊട്ടിച്ച്, ഈ പൊട്ടിച്ച് കഴിയുമ്പോഴേ നമുക്ക് തിരിച്ചടിക്കാനുള്ള ആ സർപ്രസ് റിയാക്ഷൻ ഉണ്ടല്ലോ, ആ റിയാക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ അവഹേളനം നമ്മളെ തകർത്ത് കളയും. അല്ല, ഈ പുള്ളിക്ക് റിയാക്ട് ചെയ്യാൻ അടി കിട്ടിയല്ലോ എന്നുള്ള ഒരു അവഹേളനം
അത് ഈ ശരിയാ, പുള്ളി പേടിച്ചു മാനസികമായിട്ട് പോയി. പേടിച്ചു മറ്റേ പോയി പുള്ളി ഇത് തമാശ പറഞ്ഞല്ലോ, സീരിയസ് ആയിട്ട് ഉണ്ടായതാണ്. ആ. പുള്ളി പേടിച്ചു പേടിച്ചു പോയി. പിന്നെ വെള്ളം ചോദിച്ചപ്പോ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തിട്ട് പോയത് പേടിച്ച്. ആ വഴിക്ക് വരണ്ടെന്ന് ഇനിയിപ്പോ എനിക്ക് ഒന്നറിയോ ഉള്ള സിനിമയോടെ പോയി കിട്ടും. ആ, മിക്കവാറും. വെറുതെ ഇരിക്കുന്ന അടി വാങ്ങിച്ചു കുടിക്കണേ, ബാങ്ക് ഇരിക്കുന്ന അക്കൗണ്ടിലെ പൈസ കൊടുത്തിട്ടേ ആ, വെറുതെ സാറ് വാങ്ങിച്ച് അടി പിടിക്കുന്നത്. നേരത്തെ സാറ് ചോദിച്ചില്ലേ എന്തെങ്കിലും പണി കൊടുത്തില്ല സുഖം ഉണ്ടാവില്ല. ഇത് ഓൾമോസ്റ്റ് ഇവിടെ കഴിയുമ്പോ ഏകദേശം തെറ്റാവും. മാത്രല്ല ഏതൊക്കെയോ പടം അടുത്ത് വന്നായിരുന്നു ആ, അല്ലേ? എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം മിക്കവാറും പോയി അങ്ങനെ കിട്ടും. ഒന്നും പോകത്തില്ല. ഈ അടുത്ത കാലത്തായിട്ട് വീണയ്ക്ക് കിട്ടുന്ന ഒരു കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയാ? ഇപ്പൊ ഭയങ്കര വീട്ടമ്മ, സൽസ്വഭാവി, നല്ല കുട്ടി, പാലേ കഴിക്കൂ, ആ അതെ സ്വാത്വിക. അതെ ഭയങ്കര സ്വാത്വിക, നല്ല വീട്ടമ്മ, അടക്കം ഒതുക്കുള്ള കുട്ടി. ഞാനായിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ലാത്ത അല്ലേ? അല്ല അടക്കമൊക്കെ വീട്ടമ്മയായിട്ടാണോ അങ്ങനെയൊക്കെ അവര് ചെയ്യുന്നത്. കാസ്റ്റിംഗ്? അല്ല സാർ, അല്ലെങ്കിൽ റിയൽ ആയി പോലെ അഭിനയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതെ, വേണം. അതെ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അഭിനയിക്കാം. ഇല്ലാത്ത സാധനങ്ങൾ അഭിനയിക്കുക. ഇല്ലേ ബിഹേവിയർ ആയി ആ, പിന്നെ. അല്ലേ? അപ്പൊ അതായിരിക്കാം കാര്യം. പൊതുവെ വീണ എങ്ങനെ ക്ഷിപ്രകോപിയാണോ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഷാജി അടിച്ചു ഭരിച്ചിട്ടുണ്ടോ? അയ്യോ ഭയങ്കര ഇതാട്ടാ, ധൈര്യമുള്ള ആളാ. ആ. റൂമിട്ട് ചെല്ലണം. ആ. നമ്മൾ ഏതെങ്കിലും ഒരു വലിയ അമ്പലത്തിലേക്ക് കയറണ പോലെ റൂം. ആ ശിവൻ, പാർവതി, ഗണപതി, സകല ആൾക്കാരും വെച്ചിട്ട് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിലെ പോയി കിടന്നുറങ്ങുള്ളൂ. അത്ര ധൈര്യമുള്ള ആളാ. അത് രാത്രിയിലേ അല്ല അതിനകത്ത് കാളി പൂജ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ട്. ഞാനൊരു അറബിയുടെ ഫോട്ടോ വെച്ചിട്ട് അതും കൊണ്ട് വെച്ചു അവിടുത്തെ ദൈവം പറഞ്ഞു. അല്ലെ ശൂലം കൊണ്ട് ഷാജിയുടെ പേരെ ദാരികനാഥം ഓടി വന്നിട്ടൊന്നുമില്ലല്ലോ. മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പേയ്മെന്റ് ഞാൻ കൂടുതൽ കൊടുക്കും, അത് കാരണം വരില്ല. ഷാജി കുറിയുടെ എണ്ണം കുട്ടി ലാസ്റ്റ് കാണുമ്പോൾ 2 കുറിയുള്ളൂ, ഇപ്പൊ 3 കുറിയായി. അപ്പൊ നമ്മൾ ഒരാളെ പിടിച്ചാൽ കിട്ടില്ല, അടുത്ത ആളെ പിടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതോ ഇപ്പൊ നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ വന്നിട്ട് നമ്മളോട് ചോദിക്കുമല്ലേ ഇവരൊക്കെ പൈസ ആടാ ഇതല്ലേ പറയണത്. പക്ഷെ കുറി കണ്ടുമ്പോ പറയണം പൈസ എത്തിക്കണോട്ടാ, അത് അത്ര ഉണ്ടാവുള്ളൂ. അത്രയും മതി. ഈ പെർഫ്യൂമുകളോട് കുറച്ച് ആരാധന കൂടിയിട്ടുണ്ട് വീണയ്ക്ക്, എനിക്ക് തോന്നുന്നു. നേരത്തെ ആ പൈസ കൂടുതൽ വരുമെന്ന് പറഞ്ഞപ്പോ ഞാനത് ആലോചിച്ചത്. അതിനോട് ഉണ്ടായ സംഭവമില്ലേ? അത് പറഞ്ഞ കറക്റ്റാ. അല്ലല്ല, ഇത് ഭയങ്കര ക്വാളിറ്റി സാധനം മേടിക്കുള്ളൂ. അതായത് 2014 കാര്യം പറ, അതിന് കാര്യമുണ്ട്. ഈ 2015 സമയത്തൊന്നും ഞാൻ ഈ സ്പ്രേ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇത് നല്ല വിലയുള്ള സ്പ്രേയാ. എന്റെ പേര് പോലും മര്യാദ എന്നാ എലിസ. കുട്ടിക്കാലത്ത് ഏതായിരുന്നു സ്പ്രേ ഉപയോഗിക്കുന്നത്? ആവണക്കെണ്ണായിരുന്നു. കുട്ടിക്കാലത്ത് സ്പ്രേ ഇല്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും. സ്പ്രേ ഉണ്ട്. ഇവരെ വീടിന്റെ അടുത്ത് ശ്മശാനം ഉണ്ട്. അവിടെ മറ്റേ ബോഡി കൊണ്ടുവരുമ്പോ അവര് തളിക്കില്ലേ, ആ സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് പോവായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള സ്പ്രേ എന്നിട്ട് ഞങ്ങൾ സിംഗപ്പൂരിലെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സിംഗപ്പൂരിൽ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ അതിനകത്തായിരുന്നു ഏറ്റവും അധികം കുറെ ദിവസം ഉണ്ടായിരുന്നു. ഏറ്റവും അധികം പ്രശ്നങ്ങളും തമാശകളും എല്ലാം ഉണ്ടായത് ആ ട്രിപ്പിലായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു ഈ വട്ടം എന്തായാലും ഇഷ്ടംപോലെ ട്രിപ്പ് ഇത്തവണ നമുക്ക് എന്തായാലും എനിക്ക് ഈ സ്പ്രേ വാങ്ങിക്കണം. അങ്ങനെ ഞാൻ സ്പ്രേ വാങ്ങിച്ചു. ഇത്രയും വില കൂടിയ സ്പ്രേ അല്ലേ, ഇന്ത്യൻ മണി ഏകദേശം 30 എത്രണ്ട് നല്ല വിലയുള്ള സ്പ്രേ. എന്താ എലിസാബ്. അപ്പൊ അതുകൊണ്ടൊന്ന് ആഗ്രഹത്തിന് അങ്ങ് വാങ്ങിയതാ. അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടോ അടിക്കാൻ അതിന്റെ കാരണം ഇത്രയും വിലയുള്ള സ്പ്രേ അല്ലേ. ചേട്ടന് കൊടുക്കുന്നില്ല, സുധിച്ചേട്ടൻ ചോദിക്കും, സുധിച്ചേട്ടൻ കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. ഞാൻ അത് ഇങ്ങനെ പിടിച്ചു വെക്കുക. എന്റെ ബാഗ് പോയാലും കുഴപ്പമില്ല, കോസ്റ്റ്ലി. കാരണം എന്റെ പേയ്മെന്റ് കിട്ടിയതിന്റെ മുക്കാലും പോയേ ഇതിനകത്ത് പോയി. കാരണം ആഗ്രഹം കൊണ്ട് വാങ്ങിയാണല്ലോ. ഞങ്ങള് ഭയങ്കര സൂക്ഷിച്ചെല്ലാം കൊണ്ടുവന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നേരെ കാറിനകത്ത് കയറിയിട്ടേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇത്രയും മണിക്കൂർ ട്രാവൽ ചെയ്തല്ലേ. കുറച്ച് കഴിയുമ്പോൾ കയ്യില് സാധനം ഇല്ല, സ്പ്രേ ഇല്ല. പോയിട്ട് ഫുള്ള് കരച്ചില്ല. അപ്പൊ എനിക്ക് അപ്പോഴാണ് ഓർക്കുന്നത് എയർപോർട്ടിൽ നമ്മൾ ട്രോളിയിൽ വെച്ചിട്ട് ഞാൻ വെളിയിലോട്ട് വന്നു. അപ്പം പുറത്തേക്ക് വന്നപ്പോഴത്തേനും ഈ തിരക്കുണ്ടല്ലോ, തിരിച്ച് നമുക്ക് പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തേണ്ട ആ തിരക്കിൽ വേഗം വണ്ടിയിൽ കയറിയപ്പോൾ ആ ഇടയ്ക്ക് ഗ്യാപ്പിൽ വെച്ചിരുന്ന ഈ കവർ മാത്രം എടുക്കാൻ മറന്നുപോയി. പോയി, അത് കയ്യിൽ നിന്ന് പോയി, സാധനം പോയി. ഞാൻ പ്രോഗ്രാമില് നെയ്യാറ്റിൻകര വരെ കരഞ്ഞു എന്ന് ആലോചിക്കണം. എയർപോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് നെയ്യാറ്റിൻകര എത്തുന്ന വരെ കണ്ടുപോയി പറഞ്ഞു സാറിയില്ല പോട്ടെ എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു എന്നോട് നിങ്ങൾക്ക് പേയ്മെന്റ് തരാന്ന്. പിന്നീട് ഞാനൊരു വാർത്ത അറിഞ്ഞത്, പിന്നീട് ആ ഫ്ലൈറ്റിൽ വന്ന ഈ അഖിൽ കവലിയൂർ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഈയിടെ ഗുരുവായൂർ അമ്പല നടയിലേക്ക് അഭിനയിച്ചു അത്യാവശ്യം ജനങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അറിയല്ലോ, അഖിൽ കിട്ടിയായിരുന്നത് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അത് നുണയാണ്. ഇത്രയും വർഷമായിട്ട് വീണനോട് പറയാത്തൊരു കാര്യം ഇത്. ഷാജിക്കാണ് കിട്ടിയത്. പരിപാടി കഴിഞ്ഞപ്പോ ഞാനൊരു 5000 രൂപ കൂടുതൽ കൊടുത്തായിരുന്നു. തന്നായിരുന്നു. അതെന്റെ ഒരു പ്രായശ്ചിത്തോ സാധനം ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. സീരിയസ് ആയിട്ട് ഒന്ന് തൊടാൻ ചോദിച്ചാ എനിക്കറിയാമായിരുന്നു. ഞാൻ പിന്നെ അഖിലിന്റെ പേരിലിട്ടോ 39,000 രൂപ കൊടുത്ത് മേടിച്ച കുപ്പി ഞാൻ വെറും 5000 രൂപക്ക് എടുത്ത സാധനം. ആനന്ദേ
വേണ്ടാത്ത കാര്യങ്ങളുണ്ട് അഖിലിന്റെ മേളിലായിട്ട്. സത്യമായിട്ടും ചേട്ടാ. സീരിയസ് ആയിട്ട് ചുമ്മാ പറയരുത്. ഇല്ല സീരിയസ് വേണ്ടി ആയിട്ട് പറയല്ലേ? ഇല്ലല്ല സീരിയസ് ആയിട്ട് ആ സ്പ്രേ എന്റെ വീട്ടില് ജോലിക്ക് വന്നെ ബംഗാളി വരെ അടിച്ച്. കളറി പരമ്പര ദൈവങ്ങളാണ്. പിന്നല്ല. കളരി ഇത് അത്യാസി. ഇത് വിടരുത്, വിടരുത്. ഇത് വിടരുത്. ഷോ കഴിഞ്ഞിട്ടോ. ഇത് വിടരുത്. ഇത് വിടരുത്. വീണ ഇത് വിടരുത്. എയർ ഹോസ്റ്റസ് 2 പേര് ഫിക്സ് വന്ന് വീണ് ഇവള് പ്രാഗിട്ട് എടുത്തോണ്ട് പോയത്. ഇത് എന്നറിയാം, ഇത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് കോളാട്ടോ ഇത് കഴിയുമ്പോ. ഇത്ര ഇത് സത്യമാണെങ്കിൽ സാധിച്ചോണ്ട് സത്യമാണെങ്കിൽ ഞാൻ ഇല്ല, serious ആയിട്ട് സത്യമാണ്. ആ വേണമെങ്കിൽ ഞാൻ കവലിയൂരിനെ വിളിച്ചോണ്ട് വരാം ഇവിടെ. കവലിയൂര് പറയൂ അതിന്റെ ബാക്കി കാര്യം. ആ കുട്ടേട്ടൻ അറിയാം. വീണ നായർ, ആ സാജു നവോദയ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. താങ്കളുടെ പെർഫ്യൂം എടുത്തുകൊണ്ട് പോയത് സാജു നവോദയ. ഇത് ഏതാണെന്നറിയോ? ഇതാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ കുട്ടേട്ടാ? തീർച്ചയായിട്ടും ബോസ്. ഇപ്പൊ വീണയുടെ മനസ്സിൽ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇയാളെ അത് കൊല്ലണം എനിക്കുള്ളത്. ആ പെർഫ്യൂമിന്റെ പേര് എലി സാബ് അങ്ങനെയാണ്. എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതാണ് പേര് പോലും അറിയില്ലാത്ത ഒരു സാധനം കൂടെ കൊണ്ടുനടക്കാൻ പാടണ്ട. ഈ സാധനത്തിന് ഇങ്ങനെ ഒരു സംഭവം ടിസ്റ്റ് ഉണ്ടെങ്കില് സാജുവേട്ടൻ നിങ്ങക്ക് കോളാം. എന്ന് തൊട്ടപ്പറയാ വീട്. ഞാൻ വരും എച്ച് ചേച്ചിയോട് ചോദിക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട. വീണ യുദ്ധം പ്രഖ്യാപിച്ചത് ഇന്നേക്ക് 14-ാം നാൾ. 14 ഞങ്ങൾ അടുത്തടുത്ത ഫ്ലാറ്റ് ആണ്. അപ്പറേ ഫ്ലാറ്റ്. ഭാഷാണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് അറിയോ? അടി നേരെ കൊള്ളാതെ സ്ഥലമിടാൻ എടുക്കനാ. അടി ഉണ്ടാവുന്നവരെ അവിടെ കാണും. അടി ഉണ്ടാവുന്ന ആള് സമയത്ത് ഒറ്റ പൊങ്കിലും മുങ്ങും. ടക്കെന്ന് ഒച്ചേക്കുമ്പോ ഞാൻ ചിറ്റയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പോലെ. പക്ഷെ ഇതെങ്ങനെ ക്ലിങ്ങ് അടിക്കാൻ പറ്റില്ല. ഞാൻ അപ്പുറം വീട് പക്ഷേ തൊട്ടപ്പറേ. ഭാഷണം ഒന്നാമത് ഈ ഞാൻ പറഞ്ഞില്ല, ഈ അവഹേളനം ഏറ്റു വാങ്ങിക്കഴിഞ്ഞാൽ 2 മിനിറ്റത്തേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ പിന്നെ ഈ കളരി ഇത്തിരി പഠിച്ചെന്ന് പറയും. മാത്രമല്ല കുറെ കാലമായിട്ട് ആരെയും ഇടിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കാതെ വേസ്റ്റ് ആക്കാതെ. കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് എണീറ്റപ്പോ സ്റ്റെപ്പ് പിടിച്ച് കയറ്റി ഇങ്ങനെ വന്നത്. അതെന്തോന്നറിയാമോ? ആമാശയത്തിന്റെ ഏറി അറിയാതെ അറിഞ്ഞു തിന്നു. അയ്യോ ഫുഡിന്റെ കാര്യമാണ് സാർ. സിനിമയിലെ പുറശം മുട്ട്. അല്ല ഇത് കഴിക്കണം എന്ന് പറഞ്ഞാൽ ചോറ് ഇങ്ങനെ ഉരുട്ടിയെടുത്താ തേങ്ങ പൊതിച്ച് കയ്യെ പിടിച്ചേക്കണ പോലെ. അയ്യോ സത്യം. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാ ഞാൻ എപ്പോഴും പറയാം അങ്ങനെ കഴിക്കണ്ടെന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ. ഏറ്റവും നല്ല ഒരുപാട് കഴിക്കുന്ന എന്ത് സാധനം? ചോറും മീൻകറി. ചോറ് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. ചോറും മീൻകറി കപ്പയും ഭയങ്കര ഇഷ്ടമാണ്. 1.5 ലിറ്റർ അങ്ങ് തള്ളൂ. അത്രയൊന്നുമില്ല, കുറച്ച് കഴിക്കുള്ളൂ. ഇവർക്ക് ചുമ്മാ പറയുന്നതാ. അല്ല കൂലിക്ക് ആളെ എടുത്ത് കഴിപ്പിക്കുന്ന ഈ റൗണ്ട് ഉണ്ട് സാറേ പ്ലേറ്റിന്. കറക്റ്റാ. ആ കറക്റ്റ്. എന്നിട്ട് അതിന്റെ നടുക്ക് ഇതുപോലെ ഓട്ടയും അല്ലേ? ഈ എന്നുവെച്ചാൽ സാമ്പാറൊക്കെ ഒഴിക്കാനായിട്ടൊരു ഓട്ടയും. നമ്മളൊക്കെ എന്നാ തന്നെ കഷ്ടപ്പെടുന്നേ. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാനാ. ഇല്ല അങ്ങനെ ഒന്നും കഴിക്കൊന്നുമില്ല സാറേ. ഉച്ചക്ക് കഴിക്കും അങ്ങനെ, പിന്നെ വൈകിട്ട് കഴിക്കും അങ്ങനെ. ഈ ഭഗവതിയുടെ ഒക്കെ ഫോട്ടോ വെച്ചേക്കണല്ലേ, ആദ്യത്തെ ചെല്ലണ ദിവസം ഒരുപോലെ പഴമുണ്ട്. അപ്പൊ നമ്മൾ ഓർത്ത് ഇത് പ്രാർത്ഥനയുടെ ഭാഗമൊന്ന്. ഓരോ ദിവസം ഓരോ പെടല കുറഞ്ഞോണ്ടിരിക്കും. അത് തിന്നാൻ വെച്ചേക്കണാ. അതെന്നാ പറയാ, ഞാൻ ഈ ട്രിപ്പിനൊക്കെ പോകുമ്പോ ഏത്തക്കൊക്കെ കൊണ്ടുപോകും. ചുമ്മാതല്ല പറഞ്ഞേ. നമുക്ക് ബോഡി ഷേമിംഗ് ആന്ന് പറയാം. അല്ലെങ്കിൽ പറയുമ്പോഴേ ഇങ്ങനെ നിക്കല്ലേ ആള്. അല്ല അത് കാര്യം പറയട്ടെ, എപ്പോഴും എന്താ പറയാ, മെലിഞ്ഞ ആനെ കണ്ടു കഴിഞ്ഞാൽ ചന്ത ഉണ്ടാവില്ല. നല്ല തലയെടുപ്പൊടി നിന്ന് കഴിഞ്ഞാൽ നല്ല ചന്ത. അത് ശരിയാ. നമ്മള് പുറത്തോട്ട് പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഏത്തക്കായ കൊണ്ടുപോകും. നാട്ടിലെ പരിപാടിക്ക് ഉത്സവ പരിപാടിക്ക് വീണ പോകുമ്പോഴേ ആ ബാക്കിലുള്ള ആ കൊലവണ്ടി കൂടി മുന്നിൽ എത്തിക്കണം അല്ലേ? സാജു നവോദയ, നിങ്ങൾ ഒരിക്കൽ കണ്ണൂരിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴി ഒരു വീട്ടിൽ കയറി അർദ്ധരാത്രി വീണ ഭക്ഷണം കഴിച്ചില്ലേ? 3 ചട്ടി ഞാൻ മേടിച്ചു കൊടുത്തു അവർക്ക്, ആ വീട്ടുകാർക്ക്. അത് ഏത് വീട്ടിലത്? അതെ, നമ്മുടെ ഷോയ്ക്ക് മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ചതാ. 8 മണിക്ക് 2 മിനിറ്റ് മുമ്പ് കഴിച്ചു. അല്ലല്ല, ഷോയ്ക്ക് തൊട്ട് മുന്നേ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 3.5-4 മണിക്കൂർ ഷോ കഴിഞ്ഞപ്പോഴത്തേന് ഷുഗർ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? എനിക്ക് ഭഗവാൻ എനിക്ക് ഒരു പ്രശ്നം മനസ്സിലായി. 7:30 അത് കഴിഞ്ഞൊരു 10-11 ആയപ്പോഴത്തേന് ഞങ്ങള് ഓൺ ദ വേ ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി. എനിക്കാണെ വിശന്നേച്ചും വയ്യ. ചോദിച്ചു അവരോട്? ചോദിക്കലല്ല, ഞാൻ അവിടെ ചെന്ന് അവന്റെ വീട്ടിൽ പോയി സംസാരിച്ച് ഞങ്ങളൊക്കെ മാറി സംസാരിക്കണ്. അവന് കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ഉണ്ട്, അവരാരും കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നോക്കിട്ട് കാണാനല്ല തിരിച്ചു പോരാനായിട്ട്. അടുക്കള വഴി ചെല്ലുമ്പോ ചില അമ്മച്ചിമാര് ഇരിക്കുകയില്ല. അപ്പൊ അടിയിൽ പറഞ്ഞിട്ട് ചട്ടിയിലിട്ട് വരിച്ചു തിന്ന. അവര് തിന്നോ ഇല്ലയോ ഒന്നും ചോദിച്ചില്ല. അതിന്റെ കാര്യം 11 വന്നോടെ അവര് ഫുഡ് കഴിച്ച് കാണത്തില്ലേ. ഞാൻ നോക്കി നല്ല മീൻകറി ചട്ടിക്കകത്ത്, അതിനകത്ത് ചോറ് ഇട്ടിട്ട് ഇളക്കി കഴിച്ചു. പക്ഷേ മാത്രമല്ല, വീണയുടെ സ്റ്റൈൽ ഓഫ് ഫുഡിങ് എനിക്ക് മനസ്സിലായി. അതായത് ചോറ് മീൻ പാത്രത്തിലേക്ക് കമത്തുക, ചുഴറ്റി ഇങ്ങ് എടുക്കുക. വീട്ടുകാർക്ക് വെച്ചേക്കണ്ടല്ലോ, അവര് കഴിക്കാതിരിക്കും. 12 മണിയായില്ലേ, അപ്പൊ അവര് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളാണ് കൈ കൊണ്ട് ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ. ഇത് കോൺക്രീറ്റ് മറിക്കണ പോലെ. എന്നിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ട് അതെങ്ങാനും കയ്യെന്ന് വിട്ടിയ കാലിന്റെ അസ്ഥി പൊട്ടി പോകും. അതേപോലെ. അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, ഈ 1 കോടിയിൽ വിളിച്ചത് എന്റെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണോ? എനിക്ക് അതിൽ തികയുവാന്ന് അറിയണേ, 1 കോടിയിൽ നിൽക്കുവാന്ന് അറിയണത്. വീണ, എന്തോ ഈ ഭാവം ഒരുപാട് പാടുപെട്ടിട്ടുണ്ടല്ലേ? ഞാൻ ഇങ്ങനെ ബയോഡേറ്റ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോഴേ കുറെ കാലം പെയിന്റ് അടിക്കാൻ പോയി. ആ വീട്ടുകാരുടെ അവസ്ഥ
അറിയാത്ത പണി ചെയ്യാൻ പോയല്ലേ? അങ്ങനെയല്ല, സാജുവേട്ടൻ പെയിന്റിങ് എല്ലാ ജോലിയും ചെയ്തിട്ടാണ്. നമുക്ക് അറിയാം സാജുവേട്ടൻ. എനിക്ക് തുടങ്ങിയത് ഒരു ബ്രേക്ക് ഡാൻസർ ആയിട്ടായിരുന്നു. ആ ബ്രേക്ക് ഡാൻസർ ആയിട്ടാ അല്ലേ? ആ ഡാൻസ് ശരിക്കും പഠിച്ചിട്ടില്ലല്ലോ അതൊന്നും. ഞാൻ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കുന്നത് ഡാൻസ് അത് മാസ്റ്റർ. അതിന് പഠിക്കണമെന്നില്ലല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തില്ലേ? അല്ല മാസ്റ്ററാണ് ഞാൻ. ഡാൻസ് മാസ്റ്ററാണ്. അവിടെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന് ചേച്ചി അടിച്ചെടുത്തോണ്ട് പോയി. എനിക്ക് തോന്നുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളിന് അറിയപ്പെടുന്ന ഡാൻസ് മാസ്റ്റർ, അറിയാത്ത കല അത് മാത്രം. ആ ഒരു ഒറ്റ പരിപാടി മാത്രം അറിയില്ല. പക്ഷെ ഈ സാധനം അറിയാം. അതറിയാം. അതെങ്ങനെയാ, എങ്ങനെയായിരുന്നു അതിന്റെ പരിപാടി? അല്ല അന്നത്തെ ഈ കുത്തും കോമ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കുത്തും കോമയായിരുന്നു. ഇവരൊക്കെയാണ് ഇത് വേണ്ടാത്ത രീതിയിലേക്ക് ആക്കി കളഞ്ഞല്ലേ? പിന്നെ ഫയർ ഡാൻസ്. അപ്പൊ അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ എന്റെ വൈഫോട് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്നാ. അങ്ങനെ ഈസ്റ്റേണും വെസ്റ്റേണും മിക്സ് ആയി ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ആ ദിവസം കണ്ടപ്പോഴേ തോന്നി ഇവർക്ക് ഒരു പണി കൊടുക്കണമെന്ന്. പാഷാണല്ലേ ആള്? അല്ല അന്ന് ഞാൻ പാഷാണോ അല്ലായിരുന്നു. അല്ലല്ല, അന്ന് പാഷാണോ അല്ലല്ലേ? അത്രയില്ല. അന്ന് വെറും സാജുവായിരുന്നു. ഞാൻ നാദൃഷിക്കയുടെ പടത്തിന് എന്നെ കൊണ്ട് ഹൈദരാബാദിൽ പോയി. അപ്പൊ എന്നോട് വെച്ച് ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഡാൻസ് മാസ്റ്റർ അല്ലേ, പണ്ടം കളിച്ചേക്കണ. അപ്പൊ എന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഹൈദരാബാദിൽ കൊണ്ടുവന്ന് അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാൻസ് മാസ്റ്റർ ചോദിച്ചു, ഇപ്പൊ വന്നേക്കണ രണ്ടുപേരും എങ്ങനെ ഡാൻസ് കളിക്കും, ഷാജോൻ ചേട്ടൻ ഞാനും. അപ്പൊ നാദൃഷിക്ക പറഞ്ഞ് ഷാജോൻ ഒരു ഇച്ചിരി പുറകോട്ടാ, മറ്റത് മാസ്റ്ററാന്ന് തോന്നുന്നു, ഡാൻസ് മാസ്റ്ററാന്ന് തോന്നുന്നു. അങ്ങനെ ഡാൻസ് തുടങ്ങി. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് മാസ്റ്റർ നാദൃഷിക്കാനെ നോക്കി. നാദൃഷിക പറഞ്ഞു കുഴപ്പമില്ല, സെറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് അവിടെ പോയിരുന്ന ഇവരെന്തോ ചർച്ച ചെയ്യണം എന്നെ മാറ്റാൻ വേണ്ടിട്ടാ. ഇപ്പൊ ആ മാസ്റ്റർ എന്റെ ശൈലിയായി പോയിട്ട് വേറെ ഡാൻസ് പഠിക്കാൻ പോകും. പുള്ളിയുടെ കാര്യം ഷാജിയുടെ സ്ഥലം എവിടെയാ? ഉദയംപേരൂർ. അപ്പം ഉദയംപേരൂർ മോഡലായിരുന്നു അവതരിപ്പിച്ചത്. അതെ അതെ, ഉദയംപേരൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയത് അവിടെയായിരുന്നു. ഈ ഭരതനാട്യക്കാരി എങ്ങനെ ഒന്ന് വിട്ടു അവിടെ? അത് അവിടെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്ന് കുട്ടികൾക്ക് ആഗ്രഹം. അപ്പൊ അങ്ങനെ കുട്ടികളുടെ പാരന്റ്സ് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് വഴി അഡ്വർടൈസ് സുന്ദരി സുശീലിയമായ പെൺകുട്ടി ആവശ്യമുണ്ട്. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞ അവന്റെ അമ്മയുടെ അനിയത്ര മോളായിരുന്നു. അങ്ങനെ വന്നു എന്റെ ചങ്കായിരുന്നു അവന് ഞാൻ തമ്മിൽ അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് സംഭവം അല്ലേ? ഞങ്ങൾ ഒളിച്ചോടി അന്നത്തോണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടി. അതല്ല, ഒരു അന്തർദേശീയ കലാപം ഉണ്ടായിട്ടില്ലേ ഒളിച്ചോടിയത്? ഓ ഭയങ്കര വിഷയമായിരുന്നു. അതിൽ ഏതൊക്കെയോ സ്ഥലത്ത് ഷാജി എഴുതി വെച്ചു, ഷാജി പ്ലസ് എന്നൊക്കെ എഴുതി വെച്ചു. അന്ന് ഷാജിയല്ലോ, അപ്പൊ സാജു ആയിരുന്നു. അപ്പൊ എന്നെ കാണുന്ന ആ സമയത്ത് വേരിനിടയിട്ട് വലിച്ച പോലെ ഇല്ലേ എന്തോ ഒരു രൂപം. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് വൈഫിനോട്, ശരിക്കും കാഴ്ച നഷ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷെ അങ്ങനെ വന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, ഒളിച്ചോടി, വീട്ടിൽ പ്രശ്നങ്ങളായി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിക്കെട്ടി എല്ലാം കഴിഞ്ഞു. ഞാൻ 24 വയസ്സുള്ളൂ. ഒന്നാമത് ഇവിടെ നോക്കിയ എന്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാ തിരിച്ചറിയില്ല. അതുപോലെ പലക പോലത്തെ ഒരു സാധനമായിരുന്നു ഞാൻ. അപ്പൊ അതൊക്കെ കൊണ്ട് ഇല്ല അങ്ങനെ ഇങ്ങനെ ആ കുട്ടി പാടുവിട്ട് കാണുമല്ലോ തിരിച്ചറിയാൻ വേണ്ടി. ഇപ്പൊ അല്ല എന്താ അറ്റ്ലീസ്റ്റ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഇപ്പൊ ഭയങ്കര പേടിയാ ചേച്ചിക്ക് ചേട്ടന്റെ കൂടെ കിടക്കാൻ പോലും. അതങ്ങനെ സ്വപ്നം കാണുന്ന സ്വഭാവം ഭയങ്കരമായിട്ട്. കഴിഞ്ഞ ദിവസം ചേച്ചി വിളിച്ച സമയത്ത് ചേച്ചി പറഞ്ഞു, ഞാൻ വേണ്ട മോളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ എന്നെ ചേച്ചി എന്നെ പറ്റി നടുവിനിട്ട് ഒരു ചവിട്ട് കിട്ടിയതാണ്. അങ്ങനെയല്ല, ഞാന് ഈ സോംബി പടം കാണുന്നതിന്റെ മെയിൻ ആളാ ഞാൻ. കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്നും കാണുന്ന പോലെ അല്ല ഞാൻ കാണുന്നത്. പക്ഷെ ഒരു ദിവസം 2 പടങ്ങളും കണ്ടിരിക്കും ഞാൻ. അത് നൈറ്റ്. അങ്ങനെ നൈറ്റ് പടം കണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുക രാത്രി സ്വപ്നത്തിൽ. ഞാനൊരു കാട്ടിൽ ചെല്ലുന്നു, അവിടെ കുറെ വണ്ടികളൊക്കെ കേടായി കിടക്കണം, സോംബി പടത്തിലെ പോലെ തന്നെ. അവിടെ നിന്ന് സോംബികൾ വരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരനെ ഒരുത്തനുണ്ടായിരുന്നു, അവന് ഞാനും കൂടി ഫൈറ്റ് ചെയ്യുന്നു, ഇവരെയൊക്കെ അടിച്ചിടുന്നു. കൂട്ടുകാരനെ കുറച്ച് കഴിയുമ്പോൾ കാണാനില്ല, നോക്കുമ്പോൾ ഈ വീടിനകത്ത് കിടന്ന് കരയണവൻ. അങ്ങനെ ഞാൻ ഓടി വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് എന്നെക്കാളും ഒരു 5 അടി ഹൈറ്റും കൂടെ ഉള്ള ഒരു സോംബി വേറെ നിൽക്കണം. ഞാൻ ചവിട്ടിയിട്ട് തിരിച്ചിങ്ങ് പോകുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പൈപ്പ്, ഇരുമ്പിന്റെ പൈപ്പ് എടുത്തിട്ട് ഒരു ഒറ്റ അടിയം കൊടുത്തപ്പോ വൈഫ് അയ്യോ എന്ന് പറഞ്ഞ കരച്ചില്. ഈ ഇങ്ങനെ ഇവിടെ കിടക്കുക, ഒരു ഒറ്റ ഇടി കൊടുത്തു ഞാൻ. ഷാജുവിന്റെ എങ്ങനെ കഴിഞ്ഞു? എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? ഇതിപ്പോ രണ്ടാമത്തെ. ആദ്യം ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു അടി അടിച്ചു. അപ്പൊ വൈഫും ഞാനും കൂടെ ഓട്ടോറിക്ഷ യാത്രയാണ്. പുള്ളി കൈ പുറകോട്ടിട്ട്. അപ്പൊ എന്റെ വിചാരം വൈഫിനെ തോണ്ടാനാന്ന്. ഒറ്റ അടി കൊടുത്ത അതും വൈഫിന്റെ തന്നെ കൊണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ എന്റെ വൈഫിനെ എന്റെ ജീവിതത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളൂ. ഉറക്കത്തിൽ മാത്രമേ. അല്ല ഇപ്പൊ വൈഫ് ഹെൽമെറ്റും വെച്ചിട്ട് പണ്ട കടിയിട്ടായിരിക്കാൻ വേണ്ടി അല്ലേ? ഓക്കെ, ഇത് വല്ലാത്തൊരു അസുഖം അല്ലേ? അല്ല നമ്മുടെ ജോഷി ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോഷി, അവൻ ഇതേപോലെ തന്നെ ഉറക്കത്തിൽ ഉപദ്രവിക്കുകയും ചെയ്യും. പക്ഷെ എന്റെ വൈഫിനെ പോലെ അല്ല അവന്റെ വൈഫ് കബഡി പ്ലെയറാ. എടുത്തടിക്കും ജോഷി. അടിക്കും. മാത്രമല്ല ഈ ഒരുവിധം ക്ഷമയില്ലാതെ ഇപ്പൊ വീണയെ പോലെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ എണീറ്റ് ഒരു ഒറ്റ എണ്ണം കൊടുക്കുമല്ലോ. അത് മാത്രമല്ല നമ്മള് അബോധത്തിൽ ചെയ്യുന്ന കാര്യം അടി സ്വഭാവത്തിൽ കിട്ടും. പിന്നെ വീണയൊക്കെ തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേരും മറന്നു പോകും, നാളും മറന്നു പോകും, അച്ഛനമ്മേനൊക്കെ മറന്നു പോകും, വേറൊരു ലോകത്തായിരിക്കും നമ്മള്. പക്ഷെ എനിക്ക് വീണയെ വളരെ ഇഷ്ടപ്പെട്ടത് ആ ശ്രീവിദ്യയുടെ ഒരു ഇതിൽ അവരുടെ എക്സ്പ്രഷനൊക്കെ ഗംഭീരമുണ്ട്. വീണയ്ക്ക് അത് അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഏകദേശം അവരെടുത്ത് എത്താൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാര്യം അത് അപ്പുറത്തേക്കുന്ന ശ്രീവിദ്യയാണ്. തിരുവാങ്കുളത്ത് നിന്ന് ഒരു ഉദ്ഘാടനത്തിന് പോയത്. പിന്നെ ഉദ്ഘാടനത്തിന് പോയത് തിരുവാങ്കുളത്തല്ല, തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. തലക്കോട് അതെവിടെയാ സ്ഥലം?
അത് മുളന്തുരുത്തി കിഴക്ക് അവര് വിളിച്ചോണ്ട് പോയതാണ്. വിളിച്ചോണ്ട് പോയതാ. ആ, അപ്പൊ ഞാൻ പിന്നെ ക്ഷണിച്ച് ഗസ്റ്റാണ് ഞാൻ. ഗസ്റ്റ് അവിടെ ചെന്ന് ഓഫീസിലേക്ക് എന്നെ കൊണ്ട് ഇരുത്തി പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുന്നു. പുള്ളി എന്നെ നോക്കിയിട്ട് കോളേജാണോ അത്? കോളേജല്ല, സ്കൂള്. അപ്പൊ എന്നെ എന്തോ വിശേഷം സ്കൂളില്? അവിടുത്തെ ആനുവൽ ഡേ. അപ്പൊ അങ്ങനെ ഞാൻ കയറി പൈസ തന്നല്ലേ കൊണ്ടുവന്നേ? പൈസ തന്ന് പേയ്മെന്റ് ഒക്കെ പറഞ്ഞ് എല്ലാം സെറ്റ്. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കാശാട്ടോ. അത്രേ ഉള്ളൂ. ഡീസൽ അടിക്കാനുള്ളത് അതേ ഉള്ളൂ. അല്ലാണ്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 50,000 60,000 അത് വാങ്ങിക്കാത്ത കുഴപ്പം. 5,000 രൂപ കവറിലിട്ട് ചുരുട്ടി മടക്കി നമ്മളത് നിവൃത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ എറണാകുളത്തും അവിടെ ആ പാകത്തിന് തരുള്ളൂ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പളിന്റെ റൂമിൽ കയറി പുള്ളി എന്നെ മുഖത്ത് നോക്കിയിട്ട് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. എന്താ പരിപാടി? നമ്മൾ സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഏത് സിനിമയാണ്, ആദ്യത്തെ സിനിമ ഏതാണ്, രണ്ടാമത്തെ സിനിമ ഏതാണ്, എല്ലാം ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് വേദിയിൽ പോയി ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കുകയാണ്. പ്രിൻസിപ്പൾ കയറി ചെന്നിട്ട് സംസാരിക്കണം. പ്രിയമുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആരാ കൊണ്ടുവന്നേക്കണമെന്ന് അറിയാമോ? പാഷാണൻ ഷാജിയുടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എത്ര വർഷം കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് തന്നെ എല്ലാം പുള്ളി അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പ്രസംഗിക്കാൻ ഞാനാ. ഞാൻ പറഞ്ഞു ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളുടെ പ്രിൻസിപ്പളാ, പറഞ്ഞ മൊത്തം നുണയെന്ന് പറഞ്ഞു. ഇത്ര നുണയനായിട്ടുള്ള പ്രിൻസിപ്പൾ പഠിപ്പിച്ച് നിങ്ങൾ എങ്ങനെ നന്നാവും മക്കളെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പാട്ട് പാടണോ, ഡാൻസ് കളിക്കണം, എന്താ ചെയ്യേണ്ടത് അങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പിള്ളേരോട് പാട്ടൊക്കെ പാടിയിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മിസ് അവിടെ നിന്നിട്ട് പോലെ മൊമെന്റോ ഞാൻ പറഞ്ഞ സാറിന് കൂടെ തേക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അപ്പൊ എന്നെ വിളിച്ചത് എന്റെ ഫ്രണ്ട്, അവള് ടീച്ചർ അവിടുത്തെ. ഞാൻ പ്രസംഗം തുടങ്ങുമ്പോ തൂണച്ചാരി ഇങ്ങനെ ഇരിക്കുന്നു. പ്രസംഗം തീർന്നപ്പോ തൂണിന്റെ താഴെ ഇരിക്കണം. അപ്പൊ അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. പിന്നെ ഞാനൊരു കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞ് അവിടെ ഇറക്കൂല, പാർട്ടിക്കാരെ ഇറക്കൂല, ഓപ്പോസിറ്റ് പാർട്ടിക്കാരെ ഇറക്കൂല എന്ന് പറഞ്ഞു. നമുക്ക് പാർട്ടി വല്ലതും ഉണ്ടോ? എനിക്ക് വ്യക്തമായിട്ട് പാർട്ടി ഉണ്ട്. വെളി പറയാവുന്നതാണോ? അന്നെന്താ പറയണേ എന്താ? അപ്പൊ ഞാൻ അങ്ങനെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബഹളം. ഓപ്പോസിറ്റ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കൂല, പാഷാണൻ ഷാജി തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ബഹളം. ഞാൻ പറഞ്ഞ എത്ര ഞാൻ വന്നല്ലേ ഒന്ന് കയറിക്കോട്ടെ എന്നുണ്ട്. സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കും. എന്നെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഒരു പാഷാണൻ ഷാജി പൂന്ന് കൂലുണ്ട്. ആ കൂവല് ഞാൻ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ കൂവല് നിർത്തണല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് എനിക്ക് സമയം തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഒരു സംഘടന പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പഠിച്ച കാലം തൊട്ട് നിങ്ങളുടെ കൂടെയുള്ള സംഘടന, ഓപ്പോസിറ്റ് സംഘടന, ആ സംഘടനയിൽ പ്രവർത്തിച്ചു വന്ന ആളാണ്. അങ്ങനെ ഒരാള് ഈ ഒരു സംഘടന എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വന്നത് ഞാൻ കലാകാരനായതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു മര്യാദ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റും ഭയങ്കര കൈഡി അവരുടെ ആളാന്ന് പറഞ്ഞപ്പോ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞാൽ നന്ദി പറഞ്ഞു കൂട്ടി പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് വന്ന ആളാന്ന്. നുണ പറഞ്ഞതാ, ഞാൻ ഈ സംഘടനപ്പെട്ട ആളാന്ന് പറഞ്ഞു. അപ്പോഴും അവര് കൈ അടിച്ചിട്ട് ഇറങ്ങിയപ്പോ ചേട്ടന്റെ പേര് പോലെ തന്നെ ചേട്ടൻ പാട്ടാടോ. അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് ചെല്ലുമ്പോ നല്ല അനുഭവം, ചില സ്ഥലത്ത് ചെല്ലുമ്പോ ചീത്ത അനുഭവങ്ങളല്ല, അവർക്ക് ആ ഒരു പരിചയമില്ലായ്മയുടെ കുറവാ. ഓക്കെ, എല്ലാം സന്തോഷത്തോട് സ്വീകരിക്കാം. വീണ വെള്ളിമൂങ്ങയില് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഷാജി അവരുടെ നായരുമായിരുന്നു അല്ലേ? വെള്ളിമൂങ്ങ എന്റെ ഫസ്റ്റ് മൂവിയാ. അപ്പൊ എനിക്ക് ലൊക്കേഷൻ ചെന്ന് വിട്ടു സിനിമയില് ഈ തട്ടിമുട്ടി കണ്ടിട്ട് വിളിച്ചതാ. അത് മഴവിൽ മനോരമയിലെ ഒരു പ്രോഗ്രാം. മഴവിൽ മനോരമയില് അതിനകത്ത് ലളിതാമ്മയുടെ മോളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. 10 വർഷം ഉണ്ടായിരുന്നത്. 10 വർഷം 10 വയസ്സ് പേരത്ത്. അപ്പൊ ആ പ്രോജക്ട് കണ്ടിട്ടാ എന്നെ വെള്ളിമുങ്ങയിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോ ആദ്യമായിട്ട് ജിബു ചേട്ടന്റെ വൈഫ് ബോബി ചേച്ചിയാ. ആ കുഞ്ഞിനൊക്കെ അങ്ങനെ അവത്തം പറ്റൂ? സൂപ്പർ. പിന്നെ ജിബു ചേട്ടൻ ഇതിലെ സംഭവം എന്താണെന്നറിയാമോ? ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുമ്പോഴൊക്കെ ഞാനും ഉണ്ട് അതിൽ ഹ്യൂമർ പോർഷൻ ചെയ്യാനായിട്ട്. പിന്നെ അത് ഫുള്ളായിട്ട് ഞാൻ ഹ്യൂമറൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നു അതില്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ പേര് വന്നപ്പോ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ ഒരാള് ഞാനാ. ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു. പറഞ്ഞല്ലേ, എനിക്ക് വീണനെ കാണുന്നതേ ദേഷ്യമായിരുന്നു. സത്യമാണത്. ഞാനും ചേട്ടനും തമ്മില് ചേട്ടനെ എനിക്ക് പരിചയമില്ല. ഞാൻ അവിടെ ലൊക്കേഷൻ നോക്കുമ്പോ ഇവനാണ് ഇവരോട് പറഞ്ഞത് ഇതാണ് വീണയുടെ. ഭരതനാട്യം തമ്മിലുള്ള ഒരു പരമ്പരാഗത ശത്രുതയുണ്ട്. ഞാൻ അവിടെ ലൊക്കേഷൻ കയറുമ്പോഴത്തേന് ഇതാണ് വീണയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആള്. നമസ്കാരം. ഇവളിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ സീനിൽ അഭിനയിച്ചിട്ട് ഇവളോട് പറഞ്ഞു ഓക്കെ എന്നാ കാണാത്തോണ്ട് ഞങ്ങള് ഷോട്ടില് ഭയങ്കര സ്നേഹമായിട്ട് കുഴപ്പമില്ലാതെ അഭിനയിക്കുന്നത്. എന്തൊരു മരങ്ങോടനായിട്ടുള്ള ഒരുത്തന്നെ എനിക്ക് അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടനാണെങ്കിൽ ഇവരെല്ലാരും ഭയങ്കര അല്ല അങ്ങനെ പാടില്ലല്ലോ, ആദ്യത്തെ സിനിമ നല്ല കുട്ടികളൊക്കെ. അപ്പൊ ഇവരെല്ലാരും ഭയങ്കര കമ്പനി, ഞാൻ തന്നെ ഇരിക്കുക, എനിക്ക് വലിയ കമ്പനി പരിചയമൊന്നുമില്ല. പക്ഷെ ഷോട്ടിന്റെ സമയത്ത് എല്ലാം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഈ ചേട്ടനെ ആ പ്രോജക്ട് തീരുന്നവരെ കാണരുതായിരുന്നേ. അന്ന് കണ്ട പ്രകടമായ കുറ്റം എന്തായിരുന്നു? ചാനലിൽ ഒരു പരിപാടിക്ക്, സൂര്യയിൽ എന്തോ ഒരു പരിപാടിക്ക്
മൈക്കൊക്കെ തട്ടിയത് ക്യാമറമാനൊക്കെ മാറാന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ അതൊക്കെ വൈഫ് അത് കണ്ടായിരുന്നല്ലേ? അത് അഭിനയത്തിലായിരുന്നോ ഒറിജിനൽ? ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലായിരുന്നോ? അത് നീ സിനിമ ചെയ്താൽ നീ രക്ഷപ്പെട്ടനെ. അങ്ങനെ ഒരു സാധനം കിട്ടണ്ടേ? അഭിനയം നിങ്ങളോട് അഭിനയിക്കാനല്ല ആദ്യം അഭിനയം കിട്ടിയത്. കിട്ടും. പിന്നെ എങ്ങനെ ശരിയാവും അല്ലേ? ഇതുപോലെ വഴക്കായിരുന്നു അവിടെ. അവിടെ എന്നുവെച്ച് ആ സിനിമ കഴിഞ്ഞിട്ട് മറിയമുക്കിന്റെ ലൊക്കേഷൻ ഞങ്ങൾ ആ സിനിമ തീരാറായപ്പോ കമ്പനിയായി. പിന്നെ മറിയമുക്കിന്റെ ലൊക്കേഷൻ 17 ദിവസം ഫുൾ പോസ്റ്റ് ആയിരുന്നു ഞാനും ചേട്ടൻ. ഒരു 17 ദിവസം ആ ഒരു റൂമിൽ കൊണ്ടിരുത്തും. അത് കഴിഞ്ഞിട്ട് രാവിലെ കൊണ്ടിരുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു. എനിക്കെതിരെ കേസ് നേർച്ച വല്ലതുമായിരുന്നു അല്ല, പൊടിച്ചത്? എനിക്കെതിരെ രണ്ടല്ല കൊറേ നന്ദു ചേട്ടൻ തീരുമാനിച്ചത്. അപ്പൊ എന്റെ എതിരെ കേസ് വന്ന് ഞാൻ ആ വീട്ടിൽ നോക്കിയിരിക്കണം എല്ലാ ദിവസവും. ഇങ്ങനെ വന്ന് രാവിലെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ 16 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനി. എങ്ങനെയുണ്ടായി? ആ കമ്പനി ആയപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഷോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ഷോ ചെയ്തപ്പം ഞാൻ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നു തോന്നിയുണ്ടായിരിക്കാം. അതൊന്നും കൊണ്ടല്ല, 2000 കൊടുത്താലും 300 കൊടുത്താലും വന്നോളൂ. അപ്പൊ അത് കാരണം കുഴപ്പമില്ല. സത്യമാണ്, ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അത് പക്ഷെ കറക്റ്റ് ഷാജി. ആരാ വിളിക്കുന്നത്? അത് ഇനിയിപ്പോ അല്ല, പ്രോഗ്രാം പിടിക്കുമ്പോ ഇത്ര പേയ്മെന്റ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഷോ ഇനിയിപ്പോ പിടിക്കുമ്പോഴേ ജൂനിയർ ശ്രീവിദ്യ ആദ്യം അത് അനൗൺസ് ചെയ്യണം. ആ പേര് എന്റെ 7 അയലൊക്കെ തൊടിപ്പിക്കാൻ പറ്റില്ല. ഇതിൽ ഏതെങ്കിലും വേണം, ഒരു സ്ത്രീ വേണം, അല്ലെങ്കിൽ വിദ്യയെങ്കിലും വേണം. ഒന്നുമില്ലാതെ അങ്ങനെ ശ്രീവില്ല വിദ്യയല്ലേ? ഓക്കെ. അപ്പൊ ഈ വെള്ളിമുങ്ങലെ അനുഭവം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സിനിമ അല്ലായിരുന്നു. അപ്പൊ എനിക്ക് പക്ഷേ അതിലെ നല്ല proper പേടിയുണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഇപ്പോഴും നന്നായിട്ട് ചെയ്തു. വീണ നന്നായിട്ട് ചെയ്തു. ആദ്യം നമ്മൾ വേറെ ആർട്ടിസ്റ്റിനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. മഞ്ജു പിള്ളയായിരുന്നു. മഞ്ജു പിള്ള. മഞ്ജുച്ചിക്ക് എന്തോ ഡേറ്റിന്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ടാണ് സിനിമ ചെയ്യാൻ അടുത്ത പറ്റുന്നത്. 2 ഓപ്ഷൻ ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ, സെക്കൻഡ് ഇവിടെ ആയിരുന്നു. പക്ഷെ കറക്റ്റ് ഓപ്ഷൻ ഇതായിരുന്നുള്ള കാര്യം പടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ആയിരുന്നല്ലേ? ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. പിന്നെ മഞ്ജുപിള്ള പ്രകോപിതയാകരുത്, നിയമം കയ്യിലെടുക്കരുത്. അല്ല, ആയാലും അപ്പൊ അടുത്ത നമ്മൾ എന്തായാലും അടുത്ത ചേച്ചി ചെയ്യണം, നല്ല രീതിയിലൊക്കെ ചെയ്യണല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്തത് കറക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞു. മഞ്ജു ചേച്ചിന്റെ ഇടയ്ക്ക് പറയും, എടി ഞാൻ ദാനം തന്ന ജീവിതമാണ് ഇതിന്റെ ആ ഒരു സ്നേഹം. അങ്ങനെ പറയൂ? ചുമ്മാ തമാശക്ക് മഞ്ജുപിള്ളേ, ഇതെന്താ രാജകൊട്ടാരത്തിൽ ഈച്ചയോ അല്ലേ? ഞാനും ചേച്ചി അത്ര കൂട്ടാ. അപ്പത്തേക്കിന് ചേച്ചിക്ക് അങ്ങനെ അതൊന്നും അംഗീകരിച്ചു കൊടുക്കരുത്. കാര്യം നമ്മളെന്ന് വെച്ചാലേ നമ്മള് വേർത്തൊലിച്ച് അത് ഒപ്പി മാറ്റിയിട്ട് അഭിനയിച്ചതാ. പിന്നെ അത്രയും ദിവസം അല്ല, ഇതൊക്കെ വെറുതെ അങ്ങനെ പറയുമ്പോ നമ്മൾ വിട്ടുകൊടുക്കരുത്. അല്ല, ചിലപ്പോ ഇപ്പൊ നിന്നോട് തമാശക്കായിട്ട് പറയും, വേറെ പുറത്തെ ആൾക്കാരോട്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കുട്ടിയുടെ കൈലങ്ങളിൽ കിട്ടിയാലേ വീണയ്ക്ക് കിട്ടിയ ഒരു ദാനം. അല്ല, ഞാനും എഴുതി കളയും. അല്ല, ഞാനും ഈ അഭിനയ ജീവിതം മൊത്തം തകർത്ത് കളയും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ മഞ്ജുപിള്ള ഇല്ല, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അത് ഞാൻ പാഷാണെന്ന് വിളിക്കുന്നത് മനസ്സിലായി? നിങ്ങളിപ്പോ സ്നേഹിച്ച് നടക്കുമല്ലേ മഞ്ജുപിള്ളയായിട്ട് ലോകിയല്ലേ? അതിന് എത്ര ആളും കഴിഞ്ഞാലും മാറില്ല. അവരോട് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ പറഞ്ഞത്? ഇല്ല, ചുമ്മാ വേണമെങ്കിലും ഒന്ന് മത്സരിച്ചോ. ഇന്നേക്ക് 3 വർഷത്തിനകം ഇത് ഒരച്ച കൈ തരും ഷാജി. പൊട്ടിച്ചോ? ഒരു ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമായിരുന്നു. കൂട്ടായിരുന്നു. പെണ്ണോ? പെണ്ണ്. ഓക്കെ, കുഴപ്പമില്ല, അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും പൊട്ടിച്ച് കഴിക്കും. ഞാനായിട്ടൊന്നും ചെയ്യണ്ട. ഒന്നായ നിന്നയിക നീ എന്നെ വിളിച്ച് പറഞ്ഞോളൂ തന്നെ. ഇപ്പൊ 2 ഇതിലാണ്. 2 പാത്രമായി. അത് എങ്ങനെ ഷാജി? അതിന്റെ തന്ത്രം എങ്ങനെ ഷാജി? എനിക്കൊന്ന് പൊട്ടിക്കാനുണ്ട്. എന്റെ നാവ് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ കല്യാണം പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് അവൻ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടെന്ന് എന്നെ കാണിച്ചു. അടിപൊളി പെങ്കൊച്ച്, അടിപൊളി. ഇത് ഞാൻ വേറെ മാറി, ഇത് തന്നെ കെട്ടുള്ളൂ. ഞാൻ ഉറപ്പിച്ച് സാജു വേറെ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ കുറച്ചേരം പിന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യും, എടുത്ത് ചാടണ്ടെന്ന് പറഞ്ഞു. 10 മിനിറ്റ് പെണ്ണിന്റെ അമ്മ വിളിച്ചേക്കണം, ഞങ്ങൾക്കൊന്ന് ആലോചിക്കാനുണ്ടെന്നു. ആ കല്യാണം അപ്പൊ പോയി. വീണക്ക് തന്നെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ട് വീണേനെ പ്രോഗ്രാമിന് വിളിക്കുന്ന ദിവസം ദുബായിൽ പ്രോഗ്രാം സുരാജേട്ടന്റെ സ്കിറ്റ്, എന്റെ സ്കിറ്റ്. വീണ ഇത് രണ്ടിലുണ്ട്. ഇപ്പൊ അവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞു പാഷാണം ഷാജിയുടെ സ്കിറ്റ് ആദ്യം കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ സ്കിറ്റ് കയറാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ആദ്യം സ്റ്റാറിന്റെ കൂടെ ചെയ്യുള്ളൂ, സുരാജിന്റെ കൂടെ കയറുന്നു. അപ്പൊ അങ്ങനെ സുരാജ് വെഞ്ഞാറമൂടെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ അതുവഴി പോകും. എന്നാ കുഴപ്പമില്ല, അവര് കയറട്ടെ, സുരാജിന്റെ കൂടെ കയറിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് 2 വിളിക്കാം. നമ്മൾ പക്ഷേ ഭാഷയാണെന്ന് അറിയില്ല. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക. സ്കിറ്റ് നല്ല രീതിയിൽ പോണ്, സുരാജിനൊക്കെ വന്ന് തകർക്കണ്. വീണയുടെ എൻട്രി ചെയ്യുമ്പോ CD സ്കിപ്പാവും, നിന്ന് പോകും. മനസ്സിലാക്കി വെച്ചു. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. CD നിന്ന് പോയി. നിന്നു പരിപാടി നിർത്തിയിട്ട് വീണ്ടും വീണയുടെ എൻട്രി വീണ സ്റ്റേജിലേക്ക് കാല് വെക്കുമ്പോ അവസാനം ആ സ്കിറ്റ് കളിക്കാതെ മാറ്റി വെച്ചിട്ട് എന്റെ സ്കിറ്റിൽ നാണം ഇല്ലാതെ വന്ന് കളിച്ച ആളത്. എന്നിട്ട് CD ഒരു കുഴപ്പമില്ല. CD ഓടിച്ചു കളഞ്ഞു. രണ്ടാമത് പിന്നെ സ്കിറ്റ് കയറിയപ്പോ ശരിയായി. സത്യമായിട്ട് നടന്നാണ് ദുബായിലാണ്, ഇന്ത്യൻ സ്കൂളിലാണെങ്കിൽ എവിടെയാണെങ്കിലും. മാത്രമല്ല, ഞാൻ പറഞ്ഞ് വെറുപ്പിക്കാതെ കൂടെ നടത്തിക്കൂ. ഇല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പറയും. നാളെ നല്ല മുടിയാണല്ലോ, മുടി കത്തിയങ്ങ് പോകും ചിലപ്പോ. അതുകൊണ്ട് അല്ലേ പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും പറയില്ല. ഇപ്പൊ സാറിന് മീശ നല്ലല്ലേ ഞാൻ പറയുമോ?
ദൈവമേ. സാറേ, ഒഴിഞ്ഞിട്ടോ? അല്ല ഒന്നും പറയാൻ അല്ല പറ്റില്ല. സാറേ നാളെ ഞാൻ സേവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സേവ് ചെയ്യും, അല്ലെ മൂല അങ്ങ് പോകും. അല്ല ഒരു കാര്യം പറഞ്ഞ സാറേ, ഇപ്പൊ ഇവിടെ വന്നില്ലേ സാറ് ആദ്യമേ, ഞാൻ എന്തേരം പറഞ്ഞ ഷർട്ട് നല്ലതാന്ന് പറഞ്ഞായിരുന്നു. എന്റെ അമ്മ സത്യം ഞാൻ പറഞ്ഞു. പറഞ്ഞിരുന്നു. അല്ല, പ്രേക്ഷകർ ഇത് കണ്ടു കാണത്തില്ല. ഞാൻ വേണമെങ്കിൽ ആദ്യം ഇട്ട ഷോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. വേറൊരു ഷർട്ട് നമ്മൾ ഇട്ടുകൊണ്ട് വന്നപ്പോ നല്ല ഷർട്ടായിരുന്നു അത്. നമ്മുടെ ക്യാമറയിലെ നമ്മുടെ ചീഫ് ക്യാമറമാൻ പ്രമോദ് നോക്കിയിട്ട് പറഞ്ഞ് ഇത് കത്തിപ്പൊക്കരുന്നു പറഞ്ഞു. ഉരണ്ടി വന്നു. അല്ല, അന്നേരം ഷാജി എന്താ മനസ്സിൽ വിചാരിച്ചപ്പോ? അല്ല സാർ, അവര് പറഞ്ഞപ്പോ അത് കത്തി കേറുന്നാ പറഞ്ഞത്. അതെ. ഞാനൊരു നോട്ടം പോയാൽ അത് കത്തി പോയാലും സംഭവം സൂപ്പറായി, കിടിലമായി. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അർത്ഥവത്തായ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമയിൽ അഭിനയിച്ചല്ലോ കരിങ്കണ്ണൻ. അതെ അതെ, അതാ പറഞ്ഞത്. ഞാൻ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഞാനത് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു, ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ. അത് എന്റെ കഥയാണോ എന്ന് ചോദിച്ചോ? അപ്പോ എനിക്ക് തോന്നി എന്റെ കഥയാണ്. കാരണം അതിൽ അങ്ങനെ, പക്ഷെ ആ സിനിമയിൽ നമ്മൾ ഒരിക്കലും പറയണില്ല. പറയൂന്നുള്ള പേടിയേ ജനങ്ങൾക്കുള്ളൂ. ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് അത് പറയണുള്ളൂ. പക്ഷെ അത് വലിയ ദുരന്തത്തിലേക്കാണ് പോണത്. അങ്ങനത്തെ ഒരു സബ്ജക്ട്. ചേട്ടൻ പറയണ്ട, നോക്കിയാ മതി. അല്ല, നോക്കിയാൽ മതി, അത് മതി. എനിക്ക് ഈ സ്വന്തം കഥയായിട്ട് പക്ഷെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി കാണത്തില്ല. ഈ അമർ അക്ബറിൽ ദുരന്തം എന്ന് എന്റെ പേര്. അതെ, ദുരന്തം. അങ്ങനെ എല്ലാ ഇപ്പൊ പറഞ്ഞ പോത്തും തലേന്ന് എന്റെ പേരാണ് സിനിമയില. പോത്തും തല. എന്താ വീണ ഇത്? നല്ലൊരു മനുഷ്യൻ. അത് രൂപസ്വഭാവം വെച്ചല്ലേ ഇടാൻ പറ്റുള്ളൂ. ഞാനത് അംഗീകരിച്ചു. അംഗീകരിക്കണമെന്നോ? അംഗീകരിക്കണം, വിഷമിച്ച് പറയല്ലേ. നീ പപ്പടം ലാസ്റ്റ് പൊട്ടിക്കാനുള്ള പപ്പടം. അതെ അതെ, ലാസ്റ്റ് പൊടിക്കാൻ പറ്റി വെച്ചേക്കണം. അപ്പൊ ഈ അങ്ങനെയുള്ള പേരുകളും ഇതുകളൊക്കെ എനിക്ക് വന്നത് ഇപ്പൊ മാൻവേട്ടാന്ന് തോന്നി ഇപ്പൊ തുടങ്ങാൻ പോണ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇനി നിങ്ങളെടുത്ത് ഇയാളെ മുഴുവൻ എന്നെ കുറ്റം പറയുന്നത്, എന്തായാലും നല്ല കാര്യം പറയണല്ലോ. അല്ല, ചേട്ടന് ഒത്തിരി എന്താ പറയാ സോഷ്യൽ ആക്ടിവിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഒരുപാട് നല്ല കാര്യങ്ങൾ, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക. അത് എനിക്കൊന്നും ഈ ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ എവിടെ തീരണ്ടേ? അല്ല, അങ്ങനെ എല്ലാ വർഷവും 10 ലക്ഷം കൊണ്ട് പാപം തീർക്കാൻ പറ്റും എനിക്ക്. ഞാനൊരു വീട്ടിൽ ക്യാൻസർ പേഷ്യന്റ് ഇവിടെ മരട്ടി തന്നെയല്ല. അപ്പൊ ഞാനും വൈഫും കൂടി ചെന്നിട്ട് നമുക്ക് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാന്ന് ഞങ്ങൾ ചെന്ന് കാണാൻ. അവിടെ ചെന്നപ്പോ ഫ്ലെക്സ് ഇട്ടേക്കണ ഒരു വീട്, അതിനകത്തൊരു ഒത്തിരി സൗകര്യം ഇല്ല, അതിനകത്താ കിടക്കണം ഈ പേഷ്യന്റ്. 2 പെൺകുട്ടികൾ, +2 പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഇവർ രണ്ടുപേരും ടോയ്ലറ്റിൽ പോകണം. അതിരാവിലെ എണീറ്റ് വെട്ടം വീണ് ഇവിടെ പറമ്പിൽ പോകണം. പിന്നെ ഈവനിങ്ങും അതുപോലെ തന്നെ പോകണം. അപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു, കട്ടിലേക്ക് കിടത്താന്ന് പറഞ്ഞു. ആ വൈഫ് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ചെറിയ വീട് വെച്ച് കൊടുത്താലാന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഒരു വീട് വെക്കാൻ നമുക്ക് ഞങ്ങളുണ്ടാവും. ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചുണ്ടാവും. തച്ച് കാശ് ഒന്നും കൊടുക്കണ്ട, എല്ലാം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഫസ്റ്റ് കല്ലിട്ടെന്ന് ഈ പറഞ്ഞ ആൾക്കാരെ കണ്ടാ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ തനിയെ പരിപാടിയുടെ കാശ് എല്ലാം കൊടുത്ത് വീട് വെച്ച് കൊടുത്തു. ദാറ്റ് ഈസ് പാസ്സാകണം ഷാജി. ദി അതർ ഫേസ് ഓഫ് ദ ഷാജി. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, എന്നെ കോളേജിലൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കും. പിള്ളേര് പറയും ചേട്ടാ പൈസ ഒന്നുമില്ല, ഒന്ന് വന്നിട്ട് പോകുന്ന പൈസ വേണ്ട, ഒരു 10 ചാക്ക് സിമെന്റ് എടുത്ത് തന്നായെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ അരി എടുത്ത് കൊടുക്കുമെന്നൊക്കെ പറയും. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ഫംഗ്ഷൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു അരി എടുത്ത് കൊടുത്തേക്കുമെന്ന് ചോദിച്ചു. അവര് വേറെ ആളെ വിളിച്ചിട്ട് പറയട്ടാ ആഷാണ ഷാജിനെ ഉദ്ഘാടനം വിളിച്ചോ വീട്ടിലേക്ക് അരി എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് എന്നാ ആൾക്കാർ പറയുന്നത്. ഈ ഒരാൾ അന്വേഷിച്ചായിരുന്നു, നമ്മുടെ ബെഹ്റ സാർ. എനിക്ക് ഷാജി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നറിയോ, ലോക്നാഥ് ബെഹ്റ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി. ബെഹ്റ സാറിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല പോലീസ് ഓഫീസർമാർ ശ്രമിച്ചു. നമ്മളൊരു ഈ ഇന്റർവ്യൂ നടക്കാൻ പാടില്ല, കാരണം ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, അയാൾക്ക് മിമിക്രിയാണ്, അയാൾക്ക് എന്ത് ഹാസ്യ പരിപാടിയും കാണിക്കാം. യു ആർ ദ DGP ഓഫ് ദി സ്റ്റേറ്റ്, അതുകൊണ്ട് ചെയ്യുന്നു. ഉള്ളി പക്ഷേ ഭയങ്കരമായിട്ട് ഹ്യൂമറൊക്കെ എൻജോയ് ചെയ്യുന്ന ഭയങ്കര സഹകരണമായിരുന്നു അല്ലേ? മാത്രമല്ല അത് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ DGP മാറിപ്പോയിരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, ബെഹ്റ സാറിന്റെ അപരനാണ് ഞാനെന്ന് പറഞ്ഞു. എന്റെ അപരം ബെഹ്റ സാറാ, ഞാനല്ലേ ആദ്യം വന്നത്. അത് കഴിഞ്ഞല്ലേ സാറ് എന്നെ വെച്ചിട്ടാണ് സാറ് ഹിറ്റായത്. അടുത്ത DGP വന്നപ്പോഴത്തേക്ക് കലിംഗ ശശിചേട്ടൻ, മറ്റേ ചെമ്പില ശോഭൻ കറക്റ്റ് സിനിമ ആർട്ടിസ്റ്റുകളുടെ ഫിഗർ ഉള്ളവരെ ഇവര് കൊണ്ടുവന്നത്. ചിലപ്പോൾ അതായിരിക്കും. അല്ല, എൻ്റെ അടുത്ത് ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിലാണല്ലോ പോയത്. പോയി കഴിഞ്ഞ് ഒരു സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസർ വിളിച്ചു. നിങ്ങൾ ശരിക്കും ഒരു പോലീസ് അധികാരിയെ കളിയാക്കുക ചെയ്തത്. ഞാൻ നിങ്ങൾക്കത് ഫീൽ ചെയ്തോന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴെങ്കിലും ആ തൊപ്പി ഒന്ന് എടുത്ത് മാറ്റിയിട്ടിരിക്കണം. കാര്യം ഈ പോലീസ് ഓഫീസർ ആയുള്ള ഒരു ചെറിയ പ്രശ്നം, ഈ തൊപ്പി എപ്പോഴാ നോർമൽ ആവുന്നില്ല. വീട്ടിൽ ചെയ്തതിന് കോഫി എടുക്കൂ, ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ ഈ TV കണ്ടപ്പോഴും ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ വേറെ സാറിനെ വിളിച്ചു. സാറിന് എന്തെങ്കിലും പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, വണ്ടർഫുൾ മാൻ എന്നാ പറഞ്ഞത് ഷാജിയെ കുറിച്ച്. എനിക്ക് പിന്നീട് സംശയം തോന്നി ഷാജി ഈ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതിന്റെ വണ്ടറാണോ എന്നുള്ളത്. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ സാറ് ജോലി ഇതായത്, അത് റിട്ടയർ ഷാജിയുടെ മാത്രമല്ല ഈ ഷാജിയുടെ ഇത് പലിക്കാത്തത് ഏക കക്ഷി അദ്ദേഹത്തിനാണെന്ന് കാര്യം അറിയോ. മെട്രോ റെയിലിന്റെ MD ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അപ്പോഴേ പോയനെ. ആവശ്യമില്ലാത്തൊന്നും പറയണ്ടേ. വേറെ സാറിനെ ബഹുമാനിച്ച് എന്നാലും ആലോചിക്കാവൂ, സാറിന് എന്തെങ്കിലും കിട്ടി പോകും. ചില അങ്ങനെ എല്ലാവരും ഇല്ല, ചില അധ്യാപകര് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ അധ്യാപകർ പേടിയായിരുന്നിരിക്കുമല്ലോ. നോക്കിയാ പോരെ,
ഇല്ല അന്നില്ല ഈ വീണയൊക്കെ പരിചയപ്പെടുന്ന അല്ലല്ല ഞാൻ വരുന്നതിന് മുന്നേ പാഷാണ ഷാജി എന്ന് പറഞ്ഞ ഒരു സ്കിറ്റ് ചേട്ടൻ ചെയ്തിട്ട് അങ്ങനെ ഹിറ്റായിട്ട് അങ്ങനല്ലേ ചേട്ടൻ അസുഖം വരുന്നത്. അതെ ഈ അസുഖം പിന്നെ അങ്ങനെ വന്നതാണ്. പറഞ്ഞല്ലേ അമേരിക്കയിലെ ഒരു പെട്ടി മറന്നുപോയ ഒരു പ്രശ്നമുണ്ടല്ലോ, ഷാജിയുടെ ഇവിടുന്ന് ടോട്ടലി കോസ്റ്റ്യൂമാ പോയേക്കണത്. എവിടെയൊക്കെ പോയപ്പോഴായിരുന്നു അമേരിക്ക ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോയി. അവിടെ എത്തിയ ശേഷമാണ് അറിയണത് ഈ പെട്ടി മിസ്സായെന്ന്. അതിനകത്ത് എന്തൊക്കെയുള്ള മേക്കപ്പ് സൈറ്റും എല്ലാം എല്ലാ സാധനവും വൈകിട്ടത്തെ ഷോയ്ക്ക് ഇടാനുള്ള കോസ്റ്റ്യൂംസ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും എല്ലാം അതിലിരിക്കണത്. അതുണ്ടെങ്കിൽ എല്ലാവർക്കും സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ. എല്ലാം അതിനകത്തുള്ളൂ. ആ പെട്ടി മറന്നുപോയി. അപ്പൊ ഇങ്ങനെ പേടിച്ച് എല്ലാരും പേടിച്ചിരിക്കുക സംഭവം. അപ്പൊ സ്പോൺസറിനോട് ഇത് പറയണമല്ല. സ്പോൺസർ വന്നു കഴിയുമ്പോ എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റും, ടെൻഷൻ അടിച്ചിട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഷോ നടക്കണ്ടല്ലോ, ഷോ ക്യാൻസൽ ആയി പോവില്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് സ്പോൺസർ വരികയാണ്. സ്പോൺസർ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരാൾ സെറ്റായിട്ട് ചെയ്തിട്ട് പറഞ്ഞു, സാറേ ചെറിയൊരു പ്രശ്നമുണ്ട്, കോസ്റ്റ്യൂമിന്റെ പെട്ടി എടുത്തില്ല. അയ്യോ ഒന്നും പറഞ്ഞു. എന്ത് സാറേ പറയേ, അതിന്റെ അകത്ത് എന്റെ 2 കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിയുടെ കുപ്പി പോയാലാ പരിപാടി പ്രശ്നമല്ല. പരിപാടിയാ, പുള്ളി അത് ആലോചിക്കുന്നില്ല. പിന്നെ ഇത് അവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ നമ്മൾ ഒരു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി, ഒരു സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ വന്നൊരു വണ്ടിയിൽ കൊണ്ടുപോയി നേരെ സ്കൂൾ ബസ്സാ വന്നത്. ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെയുള്ള വണ്ടിയൊക്കെ വരുള്ളൂ. സ്കൂൾ ബസ് പെയിന്റിങ്ങിന് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് പുറകിട്ട് നോക്കുമ്പോൾ പെയിന്റും പാട്ടൊക്കെ ഇരിക്കുന്നത്, ഞാൻ നോക്കുമ്പോൾ നെൽസൺ അതിന്റെ സൈഡിൽ ഇരിക്കുന്നത്. അപ്പൊ നേരെ സ്കൂൾ ബസ് കൊണ്ട് ഇറക്കിയിട്ട് ഒരു മരത്തിന്റെ ഓട്ടി ഇറക്കിയിട്ട് അടുത്ത വണ്ടി വരൂട്ടാ ഞാൻ പറഞ്ഞിരിക്കുക. അപ്പൊ പ്രാന്ത് പിടിച്ച് നിൽക്കേ ഈ വന്നവരും പോകണം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു വണ്ടി വരും, ഞങ്ങൾ ഹോട്ടലിൽ പോകണം, അവിടെ റൂം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത്, നിങ്ങൾ എല്ലാം പക്കയാക്കിയിട്ട് വേണം ഞങ്ങൾ വിളിച്ചു വരുത്താനായിട്ട്, ഇത്ര ആർട്ടിസ്റ്റ് വഴി നിൽക്കണില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു പുള്ളി എൻ്റെ അടുത്തുകൊണ്ട് അതിന് മുമ്പ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി റോസപ്പൂ റോസപ്പൂ തന്നിട്ട് എന്നോട് ഞാൻ മേടിച്ചു പറയാം, അവിടുത്തെ പൈസ എന്താണ് പറഞ്ഞത്, $100. ഇതിന് $50 ആട്ടോന്ന് തന്നിട്ട് ആ പുള്ളി ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ എന്നെ തോണ്ടു കിടക്ക് തോണ്ടുമ്പോൾ ചേട്ടാ ഒന്ന് മിണ്ടാരിയേട്ടാ എന്ന് പറയട്ടെ ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളിക്കാരൻ എന്നെ തോണ്ടി ഞാൻ എന്താ ഇപ്പൊ പോയ ഡോൾഫിൻ മറീണ കാണാന്ന്. ഹോട്ടലിൽ റൂം പോലും കിട്ടിയിട്ടില്ല, പെരുവഴി നിൽക്കേ. ഞാൻ ചോദിച്ചു തനിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞതാണോ, തനിക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചു. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതേപോലെ കുറെ ആൾക്കാരുണ്ടാവും. കുട്ടേട്ടൻ ചോദിച്ചു, പറയൂ കുട്ടേട്ടാ. വീണ നായർ, താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പരതിയ സമയത്ത് താങ്കൾ ഒരു പോലീസിന്റെ ഇടിവണ്ടിയിൽ തിരുവനന്തപുരം നഗരത്തിലൂടെ കറങ്ങുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ? ഇടിവണ്ടി കയറിയിട്ടുണ്ടോ? ചേട്ടനും അറിയത്തില്ലാത്ത കഥ. പോലീസ് പിടിച്ചോ? അതായത് ഞാൻ കോളേജില് മ്യൂസിക് കോളേജില് ചെയർപേഴ്സൺ ആയിരുന്നു. മ്യൂസിക് കോളേജിലെ SFIയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പം അങ്ങനെയുണ്ടോ? സോറി അവിടെ SFI മാത്രമേ ഉള്ളൂ. ABP അത്ര വലിയ, അതിനകത്ത് രണ്ടോ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ. കുറച്ച് പിള്ളേരല്ലേ കോളേജിൽ. അപ്പൊ പിന്നെ ഞാൻ തന്നെ എന്താ പറയാ, എതിരുകളില്ലാതെ ഞാൻ ചെയർപേഴ്സൺ അത് തന്നെ. ആ സമയത്ത് ഞങ്ങൾ ഫൈനൽ എക്സാമിന് വേണ്ടി പിള്ളേർ ചെല്ലുന്ന സമയത്ത്, തേർഡ് ഇയറിലെ എക്സാമിന് ചെല്ലുമ്പോൾ 55 കുട്ടികളിൽ 13 പേർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പിള്ളേർക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓർഡർ വന്നേക്കും. ആ ഓർഡർ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഈ 13 കുട്ടികളിൽ എനിക്കും എക്സാം എഴുതാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ബാക്കി പിള്ളേരെല്ലാവരും എക്സാം എഴുതാൻ നിൽക്കുമ്പം നമ്മൾ കയറി എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയർപേഴ്സണായിട്ട് നിൽക്കുന്ന അന്ന് ആ സമയത്ത് എല്ലാത്തിനും നമ്മളോടാണ് വന്ന് പിള്ളേർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തോടാ ചെയ്യുന്നത്. അപ്പോൾ അന്ന് വിഷ്ണു വിജയ് ഉണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഡയറക്ടർ, ഗപ്പിയുടെ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ട്രൈക്ക് വിളിക്കാറില്ല, അപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എക്സാമിൻ ഹാളിൽ കയറി. അപ്പോൾ എന്ത് ചെയ്യും, അവർ കയറിയോണ്ട് എക്സാം നടക്കും. അപ്പോൾ നമ്മൾ എക്സാം ഹോൾ പൂട്ടാൻ പറഞ്ഞു. അങ്ങനെ വെളിയിൽ നിന്ന് താക്കോലും താഴെയൊക്കെ വന്ന എക്സാം ഹോള് ഈ പിള്ളേരെ അവരിറങ്ങി പോകുന്നില്ല. അപ്പം പിന്നെ എന്നിട്ട് ബാക്കി പിള്ളേർ ആണുങ്ങളെല്ലാം ഫുള്ള് അതിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര സമരവും മുദ്രാവാക്യമൊക്കെ. ഞാനിവിടെ തന്നെ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ഇടിവണ്ടി പോലീസ് വന്ന് ഭയങ്കര സീനായി. ആ പോലീസുമായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. പിള്ളേരെ ചെറിയ ലാത്തി ചാർജും പരിപാടികളും എല്ലാ പിള്ളേരും എന്നെ ഉൾപ്പെടെ ഇടിവണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. എക്സാം കഴിയുന്നത് വരെ 2.5 മണിക്കൂർ തിരുവനന്തപുരം സിറ്റിക്കകത്തൂടെ ഫുള്ളിട്ട് വണ്ടി ഇറക്കി അരിസ്റ്റോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്കിനും ബേബി സാറും എല്ലാവരും അവിടെ എത്തി. സാറിൻ്റെ വണ്ടിയിൽ കയറ്റി നമ്മൾ പോയി എല്ലാം സംസാരിച്ച് എല്ലാത്തിനും തീരുമാനമാക്കി. അന്നത്തെ SI, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക്, അദ്ദേഹത്തെ കൈ ചൂണ്ടി നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു പിറ്റേന്ന് കേരള കൗമുദിയുടെയും
ഇങ്ങനെ ദേശാഭിമാനിയുടെ ഒക്കെ ഫ്രണ്ട് പേജ് അതിപ്പോഴും എന്റെ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ അതിനുശേഷം എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചു. ഓർമ്മയുണ്ടോ എന്നെയും ചോദിച്ചു. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു പണ്ട് മ്യൂസിക് കോളേജിൽ വന്ന് കൈ ചൂണ്ടി സംസാരിച്ച് ഞാനുമായിട്ടൊരു സംസാര വിഷയം ഉണ്ടായിരുന്നു അന്ന്. അതിന്റെ പേര് സാർ ഓർമ്മയുണ്ടെന്ന്. അതുവരെ സാധാ ഒരു വണ്ടിയായിരുന്നു അത്. വീണ കയറിയ ശേഷം അത് ഇടിവണ്ടിയായിരുന്നു. അതാണ് അല്ലേ. പിന്നെ അവര് സോൾവ് ചെയ്ത് തന്നു. നമുക്ക് സെപ്റ്റംബറിലേക്ക് പിന്നെ ഡേറ്റ് ഒക്കെ എടുത്ത് തന്ന് ബാക്കി പിള്ളേരൊക്കെ എക്സാം ഷാജിയുടെ ജീവിതത്തില് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഇടിവണ്ടിയാണ് ഇതെങ്കിൽ നാടക വണ്ടിക്കകത്ത് ബലിയിടാൻ പോയി. പിന്നെ മരണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ അത് എവിടുന്ന് വരുമായിരുന്നു? അത് ഞങ്ങള് വീട്ടിലായിരുന്നു. അമ്മൂമ്മ മരിച്ചു. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ നേരെ പാഴൂര് വരെ പോകണം ബലി തർപ്പണം ചെയ്യാനായിട്ട്. നമ്മളല്ലേ ഒരു പഠിക്കലൊക്കെ ഉള്ളത്. പാഴൂർ മന. അപ്പൊ അവിടെ പുഴയിലാണ് നമ്മൾ അസ്ഥിയെ കൊണ്ടേ കളയണ. അങ്ങനെ വന്ന് എല്ലാരും കൂടി 2-3 കാറിൽ പോയി. പിന്നെ കുറെ പേരുണ്ട്. അപ്പൊ ഒരു നാടക വണ്ടി ഉണ്ടായിരുന്നു. നാടക വണ്ടിയെ വന്നു ഓടാൻ പോവാൻ. എല്ലാരും കൂടി കയറി കുറച്ച് എത്തിയപ്പോഴത്തേക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ എല്ലാവരും ഈ ഒറ്റത്തോർത്ത് ഇതൊക്കെ അല്ലേ ഇവിടെ തന്നെ പുഴയിൽ ഇറങ്ങാനുള്ളല്ലേ, വേറെ വണ്ടിയില്ല, മാർഗമില്ല, ഒന്നുമില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ് വന്ന് എല്ലാരും കൂടി അതിൽ കയറി ഇരിക്കണ. അപ്പൊ ചേട്ടന്റെ മോൻ വണ്ടിയിലുണ്ട്. അവൻ നോക്കുമ്പോൾ അവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇരിക്കുക ഇതിനകത്ത്. ഇവനാണ് ഒരു തോർത്ത് കൊടുത്തിട്ട് നിൽക്കുക ഭസ്മൊക്കെ തേച്ചിട്ട്. അപ്പൊ ഈ കയ്യിൽ ഈ സംഭവം ഇട്ടിട്ടുണ്ടല്ലോ എല്ലാവരുടെയും പുല്ല്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ശൂലം പോലെ നിൽക്കുക ബസ്സില്. അപ്പൊ ഈ ചെക്കർ വന്നിട്ട് ടിക്കറ്റ് കൊള്ളാതെ ടിക്കറ്റ് എടുത്ത് പോവാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് മുങ്ങിണ്ട്. അപ്പൊ ഞങ്ങള് വണ്ടിക്ക് നേരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ആ വന്ന ആൾക്കാർക്കൊക്കെ. കുട്ടിയേട്ടാ എന്ന് ചോദിച്ചു. പറയൂ കുട്ടിയേട്ടാ. സാജു നവാദിയോടാണ്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകം കളിച്ചതിന് ശേഷം ആ നാടകത്തിൽ അഭിനയിച്ച രാജേഷ് എന്ന വിദ്യാർത്ഥിയുടെ അമ്മ ഒരു കൊടവുമായി വീട്ടിൽ നിന്ന് സ്കൂളിൽ വന്നു. എന്തിനായിരുന്നു കൊടവുമായി വന്നത്? ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കാം. അപ്പൊ ഞാൻ സ്കൂളിൽ പോണത് തന്നെ കലാപരിക്ക് SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ. അവിടെ ഞാൻ പഠിക്കും ഉദയംപേരൂർ. അപ്പൊ ഈ സ്കൂൾ ഇപ്പോഴും ഉണ്ടോ? പിന്നെ എനിക്ക് ഡൗട്ട് അല്ല, കേരളത്തിലെ നമ്പർ 1 സ്കൂളാണ്. പഠിച്ചെന്ന് ഞാൻ പറഞ്ഞ സ്കൂളിൽ പോയിന്നല്ലേ പറഞ്ഞോളൂ. പഠിച്ചായിരുന്നു ഞാൻ അല്ലെങ്കിൽ കാര്യം മാത്രമല്ല ഈ നടയിൽ നിന്ന് സ്കൂളിൽ ഒരു നോട്ടം നോക്കിയാ പോരെ. അല്ല, ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് ഞാനായിരുന്നിട്ടാ. അങ്ങോട്ട് എത്തണം, റോഡ് ക്രോസ് ചെയ്ത അത്ര ഉള്ളു വീടും ബാധിക്കല. വിളിച്ചാ വിളി കേൾക്കും. അത്ര അടുത്താണ് ഇപ്പുറത്തെ സ്കൂള്. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച സാറ് റോഡിന്റെ ഇപ്പുറത്ത് വന്നിട്ട് അച്ഛനെ വിളിച്ച് അച്ഛൻ വരും. അച്ഛോ. അപ്പൊ അവിടെ നാടകം 8ാം ക്ലാസ്സിലായിട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾ നാടകം കളിക്കുന്നു. അങ്ങനെ നാടകം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കാൻ തന്നെ സാറന്മാർക്ക് ഒരു പരിപാടി ഉണ്ട്. അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ചാരയും കുടിക്കാൻ കാശ് കൊടുക്കണം. ഇത് ഞങ്ങള് പൈസ ഒന്നും ഇല്ലാത്ത പിള്ളേരല്ലേ. അപ്പൊ ഞാൻ പറയാം നാടൻ പഠിപ്പിക്കൂലെന്ന് പറഞ്ഞത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഒരുത്തം പൈസ ഞാൻ കൊണ്ടുവരാ, എത്ര രൂപയാവും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അതിന്റെ ചാരത്തിന്റെ വില അറിയില്ല, അത് മേടിച്ചു കൊടുത്താലേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവരാ പൈസ എന്ന് പറഞ്ഞു. അങ്ങനെ പൈസയും കൊണ്ടുവന്ന് പിറ്റേ ദിവസം ചാരയൊക്കെ കൊടുത്ത് എല്ലാം നാടകമൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. നാടകത്തിന് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം ഓഫീസ് റൂമിലേക്ക് നാടകം കളിച്ച് 7 പേരും വരാൻ പറഞ്ഞു. ഞങ്ങളോർത്ത് സർട്ടിഫിക്കറ്റ് തരാനെന്ന് പറഞ്ഞു. ചെന്നപ്പോ ഈ പൈസ കൊണ്ടുവന്നവന്റെ അമ്മ ഒരു കുടവും കടിച്ചു വെച്ച് ശകുന്തള നിൽക്കണ പോലെ ഓഫീസ് റൂമിന്റെ അവിടെ നിൽക്കേ. ഇതിന്റെ ഇപ്പുറത്തെ കുടം ചളക്കി വിറ്റിട്ടാണ് അവനെ കാശ് കൊണ്ടു തന്നത് ചാരായ മേടിക്കാനായിട്ട്. അതിനൊന്നുമല്ല ഞങ്ങളെ തല്ലിയത്. ഞങ്ങൾ 2 പേരും കൂടി ചാരായക്കടയിൽ പോയി പുറകെ പോയി ചാരായം മേടിച്ചുകൊണ്ട് കൊടുത്ത്. അതിനാണ് ഞങ്ങളെ തല്ലിയത്. അതുപോലെ തന്നെ യുവജനോത്സവ പരിപാടിയായിട്ട് ഞാൻ ഏതെങ്കിലും പിള്ളേർക്ക് യൂത്ത് ഫെസ്റ്റിവലിന് മത്സരിച്ച് ജില്ലയിൽ മത്സരിച്ച് പ്രൈസ് കിട്ടി പത്രത്തിൽ ഫോട്ടോ വന്നിട്ട് തല്ലു കൊണ്ടിട്ടുണ്ടാ? എനിക്ക് കൊണ്ടിട്ടുണ്ട്. എന്നെ അസംബ്ലിക്ക് വിളിച്ചു നിർത്തി അടിച്ചിട്ടുണ്ട്. ഒന്നാം അവിടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് വേറെ സ്കൂളിനാ. ഞാൻ അവരുടെ കൂടെ ഫ്രണ്ടിൽ പോയിന്ന് ഫോട്ടോ എടുത്തു. പത്രത്തിൽ വന്നപ്പോഴത്തേക്ക് വേറെ സ്കൂളിൽ ഞാൻ നിൽക്കണം മത്സരിച്ചിട്ട്. അസംബ്ലിക്ക് വിളിച്ചു നിർത്തിയിട്ട് എന്നെ തല്ലിയത്. ഞാൻ ഈ വെള്ളിമൂങ്ങ ഇറങ്ങിയ കാലത്ത് യുബുജൊക്കെ പറഞ്ഞല്ല കേട്ടോ, മോഹൻലാല് ഷാജി വിളിച്ചു. ലാലേട്ടൻ വിളിച്ചത് ഞങ്ങളുടെ സ്കിറ്റുകൾ കണ്ടിട്ടാ. ഭയങ്കര ഹാപ്പിയായിട്ട് കുറെ നേരം സംസാരിച്ച്. നിങ്ങളുടെ സ്കിറ്റൊക്കെ അടിപൊളിയാണ്. ലാലേട്ടൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്കിറ്റ് വെച്ചിട്ട് കണ്ടിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയ ഭാഗ്യമല്ലേ അത്. 10 പടത്തിൽ അഭിനയിക്കണേലും അതല്ല, കോമഡിക്ക് ഇങ്ങനെ ഒരു വെർഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ലേ അല്ലേ? വേറെ രീതിയാണല്ലോ. അതെ 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 സംഭവം ചെറിയ കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര കാലമായി നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം സ്ട്രോങ് ആയിട്ട്? 2014 വെള്ളിമൂങ്ങ കഴിഞ്ഞിട്ടാണ്. കുട്ടിയേട്ടാ എന്ന് ചോദിച്ചു. പറയൂ കുട്ടിയേട്ടാ. വീണ നായർ, എന്തോ താങ്കൾ LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും. അയ്യോ, ആരാത്? എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാ എനിക്ക് ഭയങ്കര
ജീവനാ പുള്ളിയെ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ജനുവരി 16. ആ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റോറി ഇടലോ അറിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ? ഇല്ല. അറിഞ്ഞു ബർത്ത്ഡേ ഒക്കെ സ്റ്റോറി ഇടുന്ന കാര്യം അറിഞ്ഞെന്തായാലും. ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ എടുത്ത് ഞാൻ ഒരിക്കൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ വേറൊരാളുടെ നിന്ന് വാങ്ങിയിട്ട് അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞ് എനിക്കൊരു റിപ്ലൈ വന്നിട്ടുണ്ട്. എനിക്ക് സൂക്ഷിച്ചൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ പോയിട്ടുണ്ടാവും. അത് ഈ ഫോണിലല്ല, എന്റെ പഴയ ഫോണിലാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഒരു 100 വട്ടം അദ്ദേഹം പല വട്ടം ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് പോയി കാണാൻ. പക്ഷെ എനിക്ക് നേരിട്ട് പോയി കാണാൻ പേടിയാ സത്യമായിട്ടും. അല്ല, ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ വിജയ് സേതുപതി അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പിന്നെ ആരാധന തോന്നിയ നടനാരാ? ലാലേട്ടനും മമ്മൂക്കൊക്കെ ഇഷ്ടമാണ് ഭയങ്കര. അമ്മയുടെ ആർട്ടിസ്റ്റ് ലിസ്റ്റ് ഇല്ലേ, അതെടുത്ത് കൊടുത്താൽ എല്ലാവരോടും പ്രണയം പ്രണയമില്ല. പ്രണയം ഞാൻ പറഞ്ഞത് ആരാധന. വിജയ് സേതുപതിയോട് ഭയങ്കര ഇഷ്ടമാണ്. മിനി ശ്രീനിവാസൻ എന്നല്ലേ പറഞ്ഞത്? അല്ല, വിജയ് സേതുപതി. കുട്ടേട്ട എന്ന് ചോദിച്ചു, പറയൂ കുട്ടേട്ടാ. വീണ നായർ, എന്തോ താങ്കൾ പ്രണയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കുട്ടേട്ടൻ ചോദിക്കാനുണ്ട്. കോട്ടയം ജില്ലയിലെ പരിപ്പ് എന്ന സ്ഥലത്താണ് താങ്കൾ ജനിച്ചത്. അവിടെ നിന്ന് കോട്ടയത്തേക്ക് താങ്കൾ ബസ്സിൽ പോകുമ്പോൾ താങ്കളേലും ഇരട്ടി പ്രായമുള്ള ഒരാളോട് താങ്കൾക്ക് പ്രണയം തോന്നിയിരുന്നു. ഞാനല്ലല്ലോ എന്റെ ആള് അല്ലേ? ഷാജി ഇങ്ങനെ ടെൻഷൻ അടിച്ചു. പ്രണയമൊന്നും തോന്നിയതല്ല സംഭവം. പരിപ്പിലാണോ ഈ സംഭവം? പരിപ്പിന്നാ. ഞാൻ എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇല്ല, പരിപ്പ് കൊണ്ട് ഞാൻ ജനിച്ചത് വളശ്ശേരിലാണ്. അതിന് പരിപ്പില്ല ഞാൻ പിന്നെ താമസിച്ചൊക്കെ. പരിപ്പിന്ന് എനിക്കൊരു അരമണിക്കൂർ ബസ്സിൽ നാഗമ്പടത്ത് വന്ന് ഇറങ്ങിയിട്ട് വേണം. എന്റെ സ്കൂൾ ബസ് അവിടെ വരുള്ളൂ. MGMലെ ബ്ലാക്ക് ഔട്ടറിലെ സ്കൂൾ ബസ് അവിടെ വരാം. അപ്പൊ ഈ എല്ലാം പ്രശ്നം പരിപ്പ് MGM വോഡ്കയുടെ ഒക്കെ പേര്. അതെ. അപ്പൊ ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന ബസ് ഉണ്ടല്ലോ, നമ്മളിവിടെ സ്ഥിരം ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്, ചേച്ചിമാരും ഒക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ, ആ ചേട്ടൻ എപ്പോഴും ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കും, ഇങ്ങനെ അവിടുന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ ഞാൻ നോക്കും ഇങ്ങനെ. അപ്പോൾ എനിക്ക് വയസ്സായിട്ട് 15 വയസ്സാണ്ടേ ഉള്ളൂ, 15-16 വയസ്സ്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും നോക്കും. ഈ ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ നോട്ടം കുറേ ഒരു 2-2.5 ആഴ്ച അങ്ങനെ പോയി. അപ്പോൾ ആ ചേട്ടന്റെ പ്രായം എത്ര? ആ ചേട്ടൻ നല്ല പ്രായമുണ്ട്, വലിയ മീശയൊക്കെയുള്ള ചേട്ടനാ. ഒരു 50s. അത് അപ്പൂപ്പനല്ലേ? ഇതൊരു 50 അപ്പൂപ്പനോ? അല്ല, എന്റെ പ്രായം വെച്ച് നോക്കുമ്പോ 50 വയസ്സെന്നുള്ളത് 15 വയസ്സ് 15. അപ്പത്തേനും എന്നുവെച്ചേ ഈ ചേട്ടൻ ഒരു 30 വയസ്സൊക്കെ കാണുമായിരിക്കും കേട്ടോ. ചേട്ടൻ 30-35 വയസ്സ് കാണുമായിരിക്കും. പക്ഷെ ഭയങ്കര രസമാട്ടോ ചേട്ടനെ കാണാൻ. ഈ ചേട്ടനെ പോയി കുറേ ദിവസം നോക്കിയപ്പോഴത്തേനും കൊള്ളാലോ ഈ ചേട്ടൻ. അപ്പൊ ഞാനും നന്നായിട്ട് രാവിലെ കുറച്ച് ഭംഗിക്ക് കുറച്ചും കൂടെ ഒരുങ്ങി കുറച്ചുകൂടെ, അന്ന് പൂട്ടിയൊന്നുമില്ലല്ലോ, ലിപ്സ്റ്റിക് ഒന്നും, എന്നാലും പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരാൻ നോക്കി. കുറച്ചുകൂടെ ഭംഗി. അത് കഴിഞ്ഞ് കുറച്ച് അപ്പൊ ഈ എന്റെ കൂടെ നിൽക്കുന്ന ചേച്ചി ഞാനും കൂടെ ഈ നാഗമ്പടത്ത് നിന്ന് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് കയറിട്ട് നമുക്ക് അപ്പുറം പോയി നിന്നാലേ സ്കൂൾ ബസ് വരുള്ളൂ. അപ്പൊ ഈ ബ്രിഡ്ജിന്റെ അവിടെ വരെ ഈ ചേട്ടൻ വരും. അവിടെ വരെ വന്നിട്ട് ഈ ചേട്ടൻ പോവും. ഈ ചേട്ടൻ പോവും. അപ്പൊ ഒരു ദിവസം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമ്മുടെ വണ്ടിയിലുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ആ ചേട്ടന് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. വരെ പിന്നെ നീ ഒന്ന് പോയേ, ചുമ്മാ നീ കുഞ്ഞു കൊച്ചല്ലേ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറഞ്ഞ് അതങ്ങ് വിടും. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ ഞാനും തിരിച്ചിരിച്ചു. കേക്ക് ചിരിച്ചിട്ട് ഞാൻ ഈ ചേട്ടന്റെ അടുത്തോട്ട് അല്ലല്ല, ഞാൻ ഈ ചേട്ടന്റെ അടുത്ത് ചെന്നിട്ട് ചിരിച്ചിട്ട് സംസാരിക്കാൻ, എന്താ ചേട്ടന്റെ പേരെന്താന്ന് ചോദിക്കാന്ന് വെച്ചാൽ അടുത്ത് ചെന്നപ്പോഴത്തേന് ആ ചേട്ടൻ എന്റെ കയ്യിലോട്ട് ഒരു ലെറ്റർ തന്നു. എഴുത്തൊന്നു സീരിയസ് ആയിട്ട് കേക്ക് ലെറ്റർ തന്നു. ലെറ്റർ എന്നിട്ട് പറയണ, എന്നോട് പറയണേ മിനിക്ക് ഇതൊന്ന് കൊടുത്തേക്കണമെന്ന്. എന്റെ പൊന്നു ഹൃദയം താർന്നു പോയി അല്ലേ? എനിക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ അമ്മേ നീ പറഞ്ഞത്. അന്നേ ഇത് ഞാൻ കുഞ്ഞല്ലേ, എന്നോട് പറയാൻ പറ്റുമല്ലോ. കുഞ്ഞാട്ടാണ് പോയി ഓടിപ്പോ പൗഡർ ഇട്ടോ. ഒരു ചേട്ടൻ നോക്കി തന്നെ പോയി പൗഡർ. എത്ര മാസം പോയി ജീവിതത്തിൽ? കുഞ്ഞ് ഒരു 3-3.5 ആഴ്ച പോയി. ശരിക്കും വീണ അവരുടെ പേരെന്താന്ന് പറഞ്ഞേ? കള്ളംപ്രജയാണല്ലോ പേര്. മിനി നല്ല ശരിക്കും വേറെ പേരാ. എനിക്ക് മനസ്സിലായി, പേര് മാറ്റി പറഞ്ഞാൽ മനസ്സിലായി. ഇത് ആരാ കേസ് ഇല്ലേ? ശരിക്കും സ്ഥലം പരിപ്പ് തന്നെയാണോ? അല്ല, പരിപ്പല്ല. പിന്നെ രക്ഷപ്പെട്ടു. ഇൻ ബിറ്റ്വീൻ കയറുന്നതാ, അതിനിടയ്ക്കുള്ള സ്ഥലത്താണ് കയറുന്നത്. പയറാട്ടാ സ്ഥലം. പരിപ്പ് എന്റെ സ്ഥലം പരിപ്പാണ്, ചേച്ചിയുടെ സ്ഥലം പരിപ്പല്ല.